السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. സ്നേഹമുള്ള ഹാജിമാരെ, ഹജ്ജമ്മമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 2025 ആണ്ട് വിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പരിശുദ്ധ മക്കയിൽ പോയി ഹജ്ജ് ഉംറ സിയാറത്ത് നടത്തി ആത്മസംതൃപ്തിയോടെ മടങ്ങിയെത്തിയ അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പിലെ സംഘമാണ് നമ്മൾ ഇന്ന് 26 ഓഗസ്റ്റ് 2025 ഈ ദിവസം ആലുവ പേങ്ങാട്ടുശ്ശേരി അൽ ഹസനാത്ത് ഇസ്ലാമിക് വുമൻസ് അക്കാഡമി എന്ന മഹനീയമായ സ്ഥാപനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കണ്ടുമുട്ടലുകൾ എപ്പോഴും സന്തോഷപ്രദമാണ്, വേർപാട് വേദനാജനകമാണ് എന്നൊരു പൊതു തത്വം അതിലൂടെ തുടക്കം കുറിക്കുകയാണ്. 10-35 ദിവസം ഹജ്ജിൻ്റെ വഴികളിലൂടെ, ഉംറയുടെ വഴികളിലൂടെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും പുണ്യമായ ആ മണ്ണിൽ ഒരുമയോടെ സ്വരുമയോടെ ഒരു തസ്ബീഹമാലയുടെ മുത്തുകളെ പോലെ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഒരേ ഒരു പടച്ചവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മുത്ത് നബിയുടെ മാർഗം അവലംബിച്ച് നന്മയോടെ സഹകരിച്ച് നീങ്ങിയ അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പിന്റെ 2025 ആണ്ട് ഹജ്ജ് സംഘം നാട്ടിൽ വന്നെത്തിയതിനു ശേഷം പലരും ഉസ്താദെ കൂടണ്ടേ കൂടുമ്പോഴല്ലേ ഇമ്പമുണ്ടാവുന്നത് എന്ന് ഉസ്താദ് പറയാറില്ലേ? ഇടക്കിടക്ക് ശിഹാബ് വിളിച്ചിട്ട് കണ്ണിൽ നിന്ന് ഉസ്താദ് ഇങ്ങനെ മറഞ്ഞ് കണ്ണ് മറിഞ്ഞു പോകുന്നു. ഉസ്താദിനെ കാണാൻ കൊതിയാകുന്നു. ഒരു 3 ദിവസത്തും 4 ദിവസം കൂടുമ്പോൾ വിളിക്കും. എന്നെ മാത്രമല്ല പലരെയും വിളിക്കും. മറ്റൊരു യാത്രയോ മറ്റൊരു ബന്ധം പോലെയോ അല്ല. ഹജ്ജിന്റെ ഉംറയുടെ യാത്ര, അതിൻ്റെ ബന്ധം പരിപൂർണമായും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള യാത്ര, പരിപൂർണമായും അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ ലക്ഷ്യം വെച്ചുള്ള അമലുകൾ, അതും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഓരോ നന്മകൾക്കും ഓരോ ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പുണ്യ നാട്ടിൽ ഒരുമയോടെ സ്വരുമയോടെ സഹകരിച്ച് യാത്ര ചെയ്തും അമല് ചെയ്തും ഉണ്ട് ഉറങ്ങിയും നല്ല പഠന ക്ലാസ്സുകളിൽ പങ്കെടുത്തും ജീവിച്ച നമ്മൾ നാട്ടിൽ വന്ന് 1-2 മാസമായി കൂടണമെന്ന് ആഗ്രഹിച്ചു പറയുന്നത്. അതുകൊണ്ട് ഒന്ന് കൂടുവാൻ, ഹറമൈനിയിലെ നമ്മുടെ അനുഭവങ്ങൾ പങ്കിടാൻ നാം ഒരുമിച്ച് കൂടിയപ്പോൾ എൻ്റെ അഭിവന്യ ഗുരുനാഥനും ആലുവ വാഴക്കുളം ജാമിയ ഹസനെ അറബിക് കോളേജിൽ 40 വർഷം മുദരിസായി സേവനം ചെയ്ത് 41ാമത്തെ വർഷത്തിലേക്ക് എത്തിയ എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ഞങ്ങളൊക്കെ കൊച്ചുസ്താദ് എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ വലിയ ഉസ്താദ് AK മുഹമ്മദ് കുട്ടി ഉസ്താദ് അൽ ഹാദി പട്ടാമ്പിയാണ് ഉസ്താദിൻ്റെ വീട്. ജാമിയ ഹസനെ അറബിക് കോളേജിലെ പ്രിൻസിപ്പളാണ്. കൂടുതൽ ഔപചാരികതയൊന്നുമില്ലാതെ നമുക്ക് ഉസ്താദിൻ്റെ നസീഹത്തിനാൽ ഇൻഷാ അല്ലാഹ് തുടങ്ങാം. ഹജ്ജിന് പോയി വന്ന ഹാജിമാർക്ക് മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചും നബിതങ്ങളെ കുറിച്ചും ദീനിനെ കുറിച്ചും കൂടുതൽ ചിന്തകളും ഓർമ്മകളും അനുഭവങ്ങളും അയവിറക്കി അതിൻ്റെ ചൈതന്യം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ഉസ്താദ് നമുക്ക് നല്ലൊരു പഠനം നൽകുമെന്ന പ്രതീക്ഷയോടെ സ്നേഹത്തോടെ ബഹുമാന്യ ഗുരുനാഥൻ AK മുഹമ്മദ് കുട്ടി ഉസ്താദ് അവരുടെ ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഉസ്താദിൻ്റെ നസീഹത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അല്ലാഹു മഹാനവറുകൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. وقال النبي صلى الله عليه وسلم الحج المبرور ليس له جزاء إلا الجنة. صدق رسول الكريم. പ്രിയമുള്ള ഉസ്താദുമാരെ, ഹാജിമാരെ, ഹജ്ജുമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടാനുള്ള ഭാഗ്യം നാം ഏവർക്കും അല്ലാഹു നസീബാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഹജ്ജ്, ഉംറ, സിയാറത്ത്, മറ്റു എല്ലാവിധ സ്വാലിഹായ അമാലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും നമുക്ക് മരണത്തിന് മുമ്പായി ഇതുപോലെ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകാനുള്ള തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഫത്വദീൻ ഉസ്താദ് പറഞ്ഞതുപോലെ അൽഫ ഹജ്ജ് ഗ്രൂപ്പിൽ ഹജ്ജിന് പോയ ഹാജിമാരും ഹജ്ജുമ്മമാരുമാണ് നമ്മൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. ഈ അൽഫ ഹജ്ജ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 25 വർഷം പൂർത്തിയായി 26ാമത്തെ വർഷത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. വലിയ ഒരു സൗഭാഗ്യമുള്ള ഒരു ഗ്രൂപ്പാണ് ബഹുമാനപ്പെട്ട ഫത്വദീൻ ഉസ്താദിൻ്റെ ഗ്രൂപ്പ്. ഉംറ സർവീസായാലും ഹജ്ജ് സർവീസായാലും മറ്റു അറേബ്യൻ രാജ്യങ്ങളിലെ പല ഭാഗങ്ങളിലേക്കും ഇവർ യാത്ര പോകാറുണ്ട്. നല്ലൊരു ഗൈഡാണ്, നല്ല പരിചയസമ്പത്ത്. അങ്ങനെ പരിചയസമ്പത്തുള്ള ആളെ കൂടെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു തനതായ ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കുകയും. ഇപ്പോൾ ഇവിടെ അൽഹസനാത്ത് ബനാത്ത് ഇവിടെ നടക്കുന്നു. 80-ലധികം വിദ്യാർത്ഥിനികൾ ഇവിടെ നിന്ന് ഹിഫ്ദ് പഠിച്ച് ജൗഹറ എന്ന് പറയുന്ന ഒരു ആലിമ കോഴ്സ് അത് പ്രത്യേകമായിട്ട് ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം 10-13 പേര് അവർ പാസ്സായിപ്പോയി. ഈ വർഷം വീണ്ടും പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്. വളരെ റാഹത്തിൽ, സന്തോഷത്തിൽ വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്ന ഉസ്താദന്മാരും എല്ലാം വളരെ റാഹത്തിൽ നടന്നുകൊണ്ട് പോവുകയാണ്. ഈ ഹസനാത്തിൻ്റെ നടത്തിപ്പിനൊരു താങ്ങാണ് ഈ അൽഫ ഹജ്ജ് ഗ്രൂപ്പ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെ ഇതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഉസ്താദെ അപ്പോൾ കുട്ടികൾക്ക് ഫീസൊക്കെ അല്ലെന്ന് ചോദിച്ചു. ഞാൻ ഫീസൊക്കെ ഉണ്ട്. ചിലർ ഫീസ് തരും, ചിലർ പകുതി തരും, ഒരുപാട് കുട്ടികൾ ഒരു ഫീസും കൊടുക്കാതെ, കാരണം അത്രയും ഫക്കീർമാരാണ്, മിസ്കീന്മാരാണ് അവർക്ക് ഫീസ് വാങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ ഒട്ടേറെ കുട്ടികളോട് പഠിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ നിങ്ങൾ ഈ സ്ഥാപനം കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അതാണ് നമ്മുടെ ഈ ഹജ്ജ് ഉംറ സർവീസ് ഗ്രൂപ്പ്. അതുള്ളത് കൊണ്ടാണ് ഈ സ്ഥാപനത്തെ നടന്നുകൊണ്ട് പോകുന്നത്. ഇതിന് ക്ഷീണം പറ്റിയാൽ ചിലപ്പോൾ സ്ഥാപനം തന്നെ നിന്ന് പോകുന്നു പേടിയുണ്ട് കൊണ്ടിരിക്കലുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥിനികൾ, ഇവരൊക്കെ വേറെ വല്ല ഭൗതിക സ്ഥാപനത്തിലൊക്കെ ചേർത്താൽ ഏത് വഴിക്ക് പോകാന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരൊക്കെ തടഞ്ഞു നിർത്തി അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റി പഠിപ്പിച്ച്, ഖുർആൻ പഠിപ്പിച്ച്, ഹദീസ് പഠിപ്പിച്ച്, അവർക്ക് വേണ്ടതെല്ലാം ദീനിനെ പറ്റിയുള്ള നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് നല്ലൊരു സാലിഹത്തായ മക്കളാക്കിയിട്ടാണ് ഈ കുട്ടികളെ വിടുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു താങ്ങും തടകമാണ് ഈ അൽഫ ഹജ്ജ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല വലിയൊരു വലിയൊരു സമ്പാദ്യം ലക്ഷ്യമല്ല, വജഹില്ല. അള്ളാഹുവിൻ്റെ വജഹാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. പ്രിയമുള്ള സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, ഹജ്ജ് നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടിക്കാണും. ഫത്വദീൻ ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്നൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. അതുപോലെ ഇനി ഒരുപാട് അതിനൊക്കെ വലിയൊരു ക്ലാസ്സൊന്നും എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുമില്ല. അപ്പോൾ ഉസ്താദുകൾ പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനും ഇടയ്ക്കൊന്ന് വന്നു കൂടാ, നിങ്ങളെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കാം. ഹജ്ജ് കഴിഞ്ഞ് വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ആ ദുആയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് പറയാനും കേൾക്കാനും അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അമാലുകൾ മുഴുവനും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബഹുമാനപ്പെട്ട ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നത്. ഹജ്ജിൻ്റെ അമാലുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം.
ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബിയുടെ പരമ്പര വരികയാണ്. ഷീഹ് നബിയിൽ വന്നു, നൂഹ് നബിയിൽ വന്നു, ഇബ്രാഹിം നബിയിൽ വന്നു. ഇബ്രാഹിം നബിയിൽ നിന്ന് പ്രവാചകന്മാരുടെ ആ പരമ്പര രണ്ടായി തിരിയുന്നു. ഒന്ന് ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, അങ്ങനെ ഒരു പരമ്പര പോകുന്നത്. ആ പരമ്പരയുടെ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് മറ്റൊരു മകനുണ്ട്, മകന്റെ പേര് ഇസ്മായിൽ എന്ന. ആ പരമ്പരയുടെ അവസാനത്തെ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങളുടെ വേറെ ഇബ്രാഹിമില്ല. ഇങ്ങനെ പ്രവാചക പരമ്പര പോലെ. അപ്പൊ ഈ 1.25 ലക്ഷത്തോളം നബിമാർ വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഈ ഇബ്രാഹിം നബിയുടെ പരമ്പരയിലാവില്ല. ഇവിടെയൊക്കെ പിതാവായിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വരുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം വളരെ ഒരു ചരിത്രം കുറിച്ച ജീവിതമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം തൗഹീദിന് വേണ്ടി, ദീനിന് വേണ്ടി, ഈമാനിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട പ്രവാചകൻ. അഗ്നി പരീക്ഷണങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇബ്രാഹിമിന്റെ ചരിത്രങ്ങൾക്ക് അറിയാം. ഒരുപാട് നീട്ടിപ്പരത്തിയ ആവശ്യത്തിലേക്ക് പോകുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാറ എന്ന് പറയുന്ന ഭാര്യയുണ്ട്. അതീവ സൗന്ദര്യമുള്ള നല്ലൊരു സുമുഖിയും സുന്ദരിയുമായ പെണ്ണായിരുന്നു സാറ ബീവി. അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാറ ബീവിയും ഇബ്രാഹിം നബിയും കൂടി ഈജിപ്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ മുശ്രിക്കുകളായ ബഹുദൈവാരാധനയുടെ ഭരണം നടക്കുന്നതാണ്. ഇസ്ലാമിന്റെ ഭരണമൊന്നുമല്ല. അവിടെ ഇവർ ചെന്നപ്പോൾ അവിടുത്തെ അതിർത്തി സേന രാജാവിന് ന്യൂസ് കൊടുത്തു, ഒരു വിദേശിയായ ഒരാണും ഒരു പെണ്ണും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അയാളുടെ കൂടെ ഒരു സൗന്ദര്യവതിയായ ഒരു സ്ത്രീയുണ്ട്, അത് രാജാവിനെ പറ്റിയ ഒരു സ്ത്രീയാണ് എന്ന് ന്യൂസ് കൊടുത്തു. അങ്ങനെ ആളുകൾ വന്ന് സാറാബിയെ പിടിച്ചു. ഇബ്രാഹിം നബി ചോദിച്ചത് ആരാന്ന് ചോദിച്ചു. ഇതെന്റെ സഹോദരിയാണ് തോന്നുന്നു. ഇന്നമൽ സഹോദര സഹോദരിമാരാണല്ലോ എല്ലാ മുഗ്നീകളും. ആ നിലക്ക് ഇതെന്റെ സഹോദരിയാണ് തോന്നുന്നു. അങ്ങനെ ഇബ്രാഹിം നബിയെ പിടിച്ചുകൊണ്ടുപോയി രാജാവിന്റെ ആൾക്കാർ വന്നിട്ട് രാജാവിന്റെ റൂമിലേക്ക് കൊണ്ടുപോകണം. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ദുആ ചെയ്ത് നിസ്കരിച്ച് ദുആ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഒരപകടവും പറ്റില്ല റബ്ബേ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറാ ബീവിയെ രാജാവിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. രാജാവ് കയറി പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ വലിയ സിംഹം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങാൻ വരുന്ന പോലെ വാ തുറന്നു വരിക. ഇത് കണ്ട് അയാൾ ബാക്കിലടിച്ചു. വീണ്ടും പലവട്ടം ആക്രമിക്കാമെന്ന് നോക്കിയെങ്കിലും സാധിക്കുന്നില്ല. രാജാവിന് ഭയപ്പാടായി. ഇതൊരു മനുഷ്യ സ്ത്രീ അല്ലേ, ഇത് വല്ല പിശാചോ ജിന്നോ ഏതോ ആയിരിക്കുമല്ലോ, ഇവളെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്, ഇവളെ എത്രയും വേഗം ഈ കാമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിന് പിന്നെയും ഭയം, ഇനി ഇവളെ പുറത്താക്കിയാൽ ഇനി ഇവളുടെ ശ്രദ്ധ ഇനിയും വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് സാറാബിക്ക് ഹിദമത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെയും കൊടുത്തു, ഒരു അടിമ സ്ത്രീയെ കൊടുത്തു. ആ അടിമ സ്ത്രീയായിരുന്നു ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഇനി ശൈത്താന്റെ ബാധയൊന്നും ഇനി എനിക്ക് കുടുംബത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു കാവലെന്നോണമാണ് സാറാ ബീവിക്ക് ഹിദമത്തിന് വേണ്ടിയിട്ട് ഹാജറയെ കൊടുത്തു. അങ്ങനെ ഹാജറായും സാറായും കൂടെ അങ്ങനെ ചെന്നു. അപ്പൊ ഇറാന്റെ ഇബ്രാഹിം നബി അവിടെ വന്നു. ഇബ്രാഹിം നബി വെച്ചു, എനിക്ക് വല്ല ബുദ്ധിമുട്ടോ പറ്റിയോ അല്ല അവിടെ പറ്റിയോ? ഇല്ലല്ല, ഒന്നും പറ്റിയിട്ടില്ല. അതിനുള്ള പണി ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കൊന്നും പറ്റൂല, എനിക്കറിയാം. ഇതാരാണെന്ന് ചോദിച്ചു. അത് എന്നെ അവര് എന്നൊരു പിശാചായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ പിശാചിന്റെ ബാധ ഇനി അയാൾക്ക് വേറെ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഹിദമത്തിന് വിട്ടുക എന്ന ഒരു അടിമ സ്ത്രീയാണെന്നുള്ളത്. അങ്ങനെ മുഴുവൻ കൂടി പോയി. ഇബ്രാഹിം നബിക്കാണെങ്കിൽ 100 വയസ്സുണ്ട്. സാറാ ബീവിക്കാണെങ്കിൽ ഒരുപാട് പ്രായമൊക്കെയായി. എപ്പോഴും കരഞ്ഞു ദുആ ചെയ്യുന്ന കുഞ്ഞ് കാണാൻ വേണ്ടി തനിക്ക് ശേഷം ഒരു അനന്തരാവകാശി വേണം, അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കാൻ, തൗഹീദ് പ്രചരിപ്പിക്കാൻ, ഈമാൻ പ്രചരിപ്പിക്കാൻ ഒരു അനന്തരാവകാശി വേണം എന്ന് പറഞ്ഞ് റബ്ബിനോട് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഇബ്രാഹിം നബി എപ്പോഴും കരഞ്ഞ് ദുആ ചെയ്തു. വയസ്സായി. വൈദ്യശാസ്ത്ര പ്രകാരം ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ല, അത്രയും പ്രായമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കാണുകയാണ് സാറാ ബീവി. കുഞ്ഞില്ല, സാറാ ബീവി അവിടെ പ്രസവിക്കുകയില്ല. അവസാനം ഭർത്താവിന്റെ ഈ വിഷമം കണ്ടപ്പോ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാജറ ബീവിയെ കൊടുത്തു. അടിന്റെ അടിമസ്ത്രീയാണ്, എന്റെ അടിമസ്ത്രീ ഞാൻ നിങ്ങൾക്ക് അടിമസ്ത്രീ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്നുണ്ടായ കുട്ടിയാണ് മുഹമ്മദ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ആ പരമ്പരയിലാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അങ്ങനെ കുട്ടികളില്ലാത്ത സാറാ ബീവി ഗർഭിണിയായിട്ട് അവർക്ക് കൊടുത്തുള്ള ഒരു കുട്ടി, ആ കുട്ടിയാണ് ഇസ്ഹാഖ് നബി. ഇങ്ങനെ അവിടെ നിന്ന് വരികയാണ് ഇവരുടെ പരമ്പര. ഈ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടെ മുതൽ തുടങ്ങിയ പരീക്ഷണങ്ങൾ.
ഒറ്റയാൾ പട്ടാളമായിട്ടാണ് ദീനിന്റെ പ്രബോധനം നടത്തുന്നത്. ആരും സപ്പോർട്ടില്ല, കുടുംബക്കാരില്ല, നാട്ടുകാരില്ല, സ്വന്തം പിതാവടക്കം തനിക്കെതിരാണ്. അവരെല്ലാം വിഗ്രഹ ആരാധകരും വിഗ്രഹ കച്ചവടക്കാരുമാണ്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ അള്ളാഹുവിൽ മാത്രം അഭയം തേടി അള്ളാഹുവിനോട് മാത്രം ആവശ്യങ്ങൾ പറഞ്ഞു വെച്ച് അവൻ ഇബാദത്ത് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ. അതിനാര് വിലങ്ങ് തന്നെയായാലും അദ്ദേഹത്തിന് അതൊരു വിഷയമാണ്. അത് ലോകം ആകെ അടക്കി ഭരിച്ച 4 രാജാക്കന്മാരുണ്ട്. അത് 2 പേര് മുസ്ലിമീങ്ങൾ, 2 പേര് കാഫിരികൾ. അതിൽപ്പെട്ട ഒരാളെ നമ്രൂദ്. ആ നമ്രൂദിന്റെ കാലത്താണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ജീവിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ അടക്കി ഭരിച്ച രാജാവാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ഒറ്റയാൾ പട്ടാളമായിട്ട് തൗഹീദിന്റെ പ്രബോധനവുമായിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം വരുന്നത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരീക്ഷണം തേടി വരികയാണ്. ഒട്ടേറെ പരീക്ഷണങ്ങൾ. ഇപ്പൊ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്ത് അവസരം കുഞ്ഞിനെ കിട്ടി. അതിനു മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായി. അഗ്നികുണ്ടാരത്തിൽ എറിയപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അഗ്നികുണ്ടാരത്തിൽ എറിയപ്പെടുകയുണ്ടായി. അതിന് വല്ല കാരണങ്ങളൊക്കെയാണ്. അത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. വലിയ തീക്കുണ്ടാറുണ്ടാക്കി, കുളം പോലെ കുഴിച്ച് വലിയ ഒരു കുളം ഉണ്ടാക്കി. മാസങ്ങളോളം അതിന് വിറകുകൾ കത്തിച്ച് എരി ഭയങ്കര തീയന്റെ അഗ്നി നരകമാക്കി മാറ്റി. എന്നിട്ടാണ് അതിലേക്ക് ഇബ്രാഹിം നബി കൂടെ ഇടാൻ പോകുന്നത്. ഇബ്രാഹിം നബി ആണെങ്കിൽ എന്റെ റബ്ബ് എന്നെ കാക്കുമെന്നൊരൊറ്റ യക്കീൻ, ആ യക്കീനാണ് അദ്ദേഹം ഉള്ളത്. റബ്ബിന്റെ അനുവാദമില്ലാതെ അറിവില്ലാതെ എനിക്ക് ഒരാളെ കൊണ്ടും എന്നെ ഉപദ്രവിക്കാനോ എനിക്ക് ഉപകാരം ചെയ്യാനോ കഴിയില്ല എന്നുള്ള യക്കീൻ, അതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. അവിടെ ഉറച്ചു നിന്നു ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ എറിയാനുള്ള തീക്കുണ്ടാരത്തിന്റെ സൈഡിലൂടെയൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്. ഈ തീക്കുണ്ടാരൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു വിഷയമല്ല, ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിന് കീഴിടുന്ന സമയമായി. വലിയ സംഭവമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഭവമാണ്. ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു ഒരു മലക്കിനെ വിട്ടു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, എന്നെ അള്ളാഹു വിട്ടതാണ്. നിങ്ങൾ തീക്കുണ്ടാരത്തിലേക്കാണ് വീഴാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഉടനെ പറയണം, വൈകിക്കരുത്, താമസിക്കരുത്. ഇബ്രാഹിം എന്താ പറഞ്ഞറിയോ? അമ്മായിലേക്ക് ഫലാഹജത്ത്, നിങ്ങളെക്കൊണ്ട് എനിക്കൊരു ആവശ്യവുമില്ല, നിങ്ങൾ വന്ന വഴി തിരിച്ചു പോയിക്കോ. അള്ളാഹു വിട്ട ആളെ ഒഴിവാക്കി. അള്ളാഹുവും ഇബ്രാഹിം നബിയായിട്ടുള്ള ബന്ധം അത്രയും വലിയ ബന്ധമാണ്. ഇടയിൽ ഒരാൾ പോലും ഇല്ലാത്ത അത്രയും അഭേദ്യമായ ബന്ധമാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹുവായിട്ടുള്ള ബന്ധം. നിങ്ങളുടെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വിടരുത്. എന്നാൽ റബ്ബിനോട് ചോദിച്ചോ എന്നെ രക്ഷപ്പെടുത്തണമെന്ന്? അതുമില്ല. അള്ളാഹുവെ, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നെപ്പറ്റി നിനക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചോദിക്കുമ്പോൾ അവിടെ ചോദിക്കൊന്നുമില്ല. അത്രത്തോളം ഉറച്ചു നിൽക്കാണ്. ഞാൻ ഈ തീക്കുണ്ടാരത്തിൽ കത്തിക്കഴിഞ്ഞത് കാണാനാണ് എന്റെ ഹാലിക്കാൻ റബ്ബിന് ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അവിടെ ഉറച്ചു തോന്നി വളരെ അള്ളാഹു സഹിക്കോ? അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി ഈമാനിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു അടിമ എന്നോടുള്ള ബന്ധത്തിൽ വേറൊരാളിൽ ചേർക്കാതെ അത്രത്തോളം ഡയറക്റ്റിലുള്ള ബന്ധമാണ്. അങ്ങനത്തെ അടിമയെ രക്ഷപ്പെടുത്താൻ അള്ളാഹ് എന്താ ചെയ്യുന്നറിയോ? അള്ളാഹു തന്നെ നേരിട്ടിടപെടുകയാണ്. ഖുർആനിൽ കാണാം, നാം പറഞ്ഞു. അള്ളാഹു നേരിട്ട് പറയുകയാണ് തീയിനോട്, യാരാണ് തീയെ. ഒരു മലക്കിനെ വിട്ട് പറയിപ്പിക്കുകയല്ല. കാരണം ഈ ഇബ്രാഹിം നബിക്ക് അള്ളാഹുവായിട്ടുള്ള ബന്ധത്തിൽ വേറൊരു മധ്യവർത്തിയെ ആക്കാതെ അത്രത്തോളം അഭേദ്യമായ ബന്ധം വന്നപ്പോൾ ഇബ്രാഹിം നബിയെ സഹായിക്കാൻ വേണ്ടി അള്ളാഹും ഇടയിൽ ആളെ നിർത്താതെ ഡയറക്റ്റ് ഇടപെടുകയാണ് അവിടെ ചെയ്തത്. നാം നേരിട്ട് പറഞ്ഞു, അള്ളാഹു നേരിട്ട് പറഞ്ഞു, യാരാണ് തീയെ കൂനി പറഞ്ഞുള്ള സലാമനായ ഇബ്രാഹിം നബിക്ക് നീ സംരക്ഷണം നൽകുന്ന ആളായി മാറണം, തണുപ്പായി മാറണം, സംരക്ഷണം നൽകുന്നതായി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് തീനോട് അള്ളാഹു നേരിട്ട് പറയാണ്. ഇബ്രാഹിം നബിക്ക് ഒരു രോഗത്തിന് പോലും കരിയലേൽക്കാതെ സുരക്ഷിതമായി രക്ഷപ്പെട്ടു. നാട്ടുകാരെന്താണ് തീയിലിട്ട് കരിയാത്ത സാധനം, ഇനി ഇതിനെങ്ങനെ കൊല്ലാനാണ്? പരാജയപ്പെട്ടു അവർ. ലോക പോലീസ് പരാജയപ്പെട്ടു, നമ്രൂദ് പരാജയപ്പെട്ടു, പട്ടാൾക്കാർ പരാജയപ്പെട്ടു. ആ പരീക്ഷണത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫസ്റ്റ് റാങ്കോടെ A+ പാസ്സായി ഒരു പരീക്ഷ. അതിനുശേഷമാണ് കുഞ്ഞിനെ കാണാൻ കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്ത് 10 ചില്ലാനും വയസ്സ് പ്രായമായി. ഭാര്യയ്ക്ക് 99 വയസ്സ് പ്രായമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ എന്ന കുട്ടിയെ കൊടുക്കുന്നത്. ഇസ്മായിൽ എന്ന കുട്ടിയെ കൊടുത്തോടെ അടുത്ത പരീക്ഷണം വരികയാണ്. അള്ളാഹു പരീക്ഷിക്കാം. ഈ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് ദുആ ചെയ്തിട്ട് കിട്ടിയ ഈ കുഞ്ഞിനെ കൊടുത്തപ്പോൾ ഈ ഇബ്രാഹിം നബിയുടെ കൽബ് ആ കുഞ്ഞിനോടാണ് ബന്ധം, അതോ ഞാനുമായിട്ടുള്ള ബന്ധത്തിന് വല്ല ഉലച്ചിലും തട്ടിയത് പരിശോധിക്കാനുള്ള അത്ര അടുത്ത പരീക്ഷണം വെച്ചാണ്. ഈ ഉമ്മയെയും കുഞ്ഞിനെയും മക്കയിൽ കൊണ്ടാക്കണം. മക്ക എന്ന് പറഞ്ഞാൽ എന്താ? കാബ എന്ന് അവിടെ ഇല്ലെന്ന്.
ജനവാസമില്ല, കടകളോ വീടുകളോ കുടികളോ ഒന്നുമില്ല, വെറും മലയും കാടും മേടുമായിട്ട് നടക്കുന്ന സ്ഥലമാണ് അവിടെ. ആ മരുഭൂമിയെ കൊണ്ടാക്കണമെന്ന് അള്ളാന്റെ കൽപ്പന. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ പെൺകുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു 10-40 ദിവസമെങ്കിലും നമ്മൾ കുറേ ഒരു 50,000, ഞങ്ങളുടെ നാട്ടിലൊക്കെ 50,000 രൂപ കൊടുത്തിട്ടാണ് 40 ദിവസത്തേക്ക് സ്ത്രീ നിർത്തുന്നതാണ് ഒരു ഗേൾസിനോട് നിർത്തുന്ന ശുദ്ധത്തിന് വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് വേണ്ട എല്ലാം ലേഹ്യങ്ങള്, ഭക്ഷണങ്ങള്, പലഹാരങ്ങള് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ട സമയമാണ് 40 ദിവസം എന്ന് പറഞ്ഞാൽ. ആ സമയത്താണ് ഈ കുഞ്ഞിനെയും ഉമ്മയെയും ആരുമില്ലാത്ത ആ മണൽക്കെട്ട് കൊണ്ടാക്കാൻ അള്ളാന്റെ കൽപ്പന. ആർക്ക് സാധിക്കും കൊണ്ടാക്കാൻ? അവരാര് നോക്കും? അവർക്ക് എന്തായിരിക്കും സംവിധാനം? അതൊന്നും ഇവരാരും നോക്കുന്നില്ല. അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോരുമ്പോ ഹാജറ ചോദിച്ചു, ആമറക്കല്ലാഹു ബിഹാദ, അള്ളാഹു കൽപ്പിച്ചിട്ടാണോ എന്നെയും ഈ കുഞ്ഞു മോനെയും ഇവിടെ ആക്കിയിട്ട് പോണത്? ഞാൻ അതെ. ഉടനെ ഹാജറാമേ പറഞ്ഞു, ഇതല്ല എങ്കിൽ അവൻ ഞങ്ങളെ പരാജയപ്പെടുത്തിയില്ല, പാഴാക്കുകയില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. ഭർത്താവിന്റെ യാത്രയൊക്കെയാണ് ഹാജറ. ഭർത്താവിന് പറ്റിയൊരു ഇണയായിരുന്നു ബഹുമാനപ്പെട്ട ഹാജറ ബീവി. നല്ല ഈമാനും തൗഹീദും ശരിക്ക് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തിയ നല്ലൊരു വിശ്വാസിയായി ബഹുമാനപ്പെട്ട ഹാജറ ബീവി. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. നമ്മളൊക്കെ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ അന്ന് വീട്ടിൽ തിരിച്ചെത്തൂല എങ്കിൽ ആ വിളിച്ചെന്ന് പറയില്ലേ, ഇന്ന് ഞാൻ എത്തൂല, എത്താൻ വൈകും, നീ ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കണ്ട, അടുത്ത വീട്ടിൽ നിന്ന് കൊച്ചാപ്പയുടെ മോളെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ മോളെ ആരെങ്കിലും കൂട്ടി വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. എവിടെ? അതിന്റെ ഗ്രില്ലുണ്ട്, ഗേറ്റുണ്ട്, മറ്റേ മതിലുണ്ട്, കൂട്ടുണ്ട്, താഴുണ്ട്, നല്ല ടെറസ് ബിൽഡിങ്ങിലാണ് അവിടെ ഭാര്യ താമസിക്കുന്നത്. എന്നാലും നീ ഒറ്റയ്ക്ക് കിടക്കേണ്ട ആളെ കൂട്ടിനെ ഏർപ്പാടാക്കിയിട്ടാണ് നമ്മൾ വരുള്ളൂ, ഏർപ്പാടാക്കും നമ്മൾ. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മേലെ നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി, ചുറ്റും നോക്കിയാൽ മലയും കാടുകളും വീടുകളും, ജനവാസമില്ലാത്ത ഒരു കാട് പ്രദേശം, ഇളജന്തുക്കളുണ്ടാവും, വന്യജന്തുക്കളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ആക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉണ്ടാക്കിയിട്ടാ പോലെ. ഹാജറാബി പറഞ്ഞു, അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, അവൻ ഞങ്ങൾ നോക്കിക്കോളും. അല്ല എത്തിയിൽ ഉറപ്പുറന്നു. എന്താ സംഭവിച്ചത്? കുഞ്ഞിന് പാല് കൊടുക്കാൻ ബഹുമാനപ്പെട്ടവരുടെ മാറൊക്കെ വറ്റിപ്പോയി. ഹജറാബിയുടെ മാറൊക്കെ വറ്റിപ്പോയി. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. അവസാനം ഈ കുഞ്ഞ് ദാഹിച്ച് കാലിട്ടടിച്ച് കരയാൻ തുടങ്ങി. കുഞ്ഞിനെ ആ മണലപ്പരപ്പിലേക്ക് അടക്കി ഉമ്മ. എന്നിട്ട് നിങ്ങൾ പോയ ആ സഫ കുന്നിലേക്ക്, അതിന്റെ വേറെ അത് ഇന്നത്തെ കുന്നൊന്നുമല്ല, അത് വലിയ കുന്നാണ്. ഇന്നൊക്കെ ഇടിച്ചു പൊളിച്ച് ഗ്ലാസ്സൊക്കെ ഇട്ടപ്പോ അന്നത്തെ കുന്നതൊന്നുമല്ല. ആ കുന്നിന്റെ മുകളിൽ കയറി ചുറ്റോട്ടം നോക്കി എവിടെയെങ്കിലും വല്ല വെള്ളത്തിന്റെ മരീചിക കാണാനുണ്ടോ? കാണാനില്ല. അവിടെ ഇറങ്ങി ഓടി മറുവയിലേക്ക് പോയി. നിങ്ങൾ കണ്ട മറുവയിലേക്ക് പോയി. അവിടെയും കയറി നോക്കി. ഇന്നിപ്പോ മറുവയിലൂടെ കാണാൻ പറ്റില്ല. ആ മറുവട മുകളിൽ കയറി ചുറ്റോട്ടം നോക്കി വല്ല കുണ്ടോ കുഴിയോ മരീചികയോ കാണുന്നുണ്ടോ? വെള്ളത്തിന്റെ വല്ല ലക്ഷണങ്ങൾ കാണാനുണ്ടോ? ഒന്നും കാണാനില്ല. തിരിച്ചുകൊണ്ട് വീണ്ടും ഓടി. ഈ കുഞ്ഞിന് വേണ്ട വെള്ളത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ ഓടിയത്. 7 തവണയാണ് ആ സഫാ മറവിന്റെ ഓടിയത്. കുഞ്ഞിന് വേണ്ട വെള്ളത്തിന് ഓടിയത് സഫാ മറവിന്റെ ഇടയിലാണ്. പക്ഷെ കുഞ്ഞിന് വേണ്ട വെള്ളം അല്ലാഹു കൊടുത്തത് കുഞ്ഞിന്റെ കാലിന്റെ ചുട്ടിലാണ്. ഇതാണ് അല്ലാഹുവിന്റെ വെള്ളം. ആ കാലിട്ടടിച്ച ഭാഗത്താണ് ഒരു ചെറിയ ഉറവ. പുറപ്പെട്ടു. വേഗം ഹാജറ ഓടി വന്നു, വെള്ളം കുടിച്ചു, കുട്ടിക്ക് വെള്ളം കൊടുത്തു. വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ കല്ല് കഷ്ണങ്ങളൊക്കെ വെച്ച് തടഞ്ഞു നിർത്തി. അതിന് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ സംസം എന്ന് പറഞ്ഞു, നിൽക്കുക എന്നതിന്റെ അർത്ഥം. അതാണ് ഇന്ന് കാണുന്ന സംസംഗന. പഴയ കാലത്ത് ഹജ്ജിന് പോയ ആൾക്കാർക്കൊക്കെ സംസംഗനെ കാണാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോ കാണാൻ സമയത്താനില്ല. കണ്ടുകൊണ്ടിലാണ് ഇപ്പൊ അതുള്ളത്. 10,000-ത്തിലധികം വർഷങ്ങളെ മലമുകളിലുള്ള ഒരു കിണറാണ്. ജലാശയങ്ങൾ കുറഞ്ഞ ഭൂപ്രകൃതമാണ് അറേബ്യയിലെ ഭൂപ്രകൃതം. അവിടെയാണ് ഈ മലയുടെ മുകളിലാണ് ഈ സംസം. 5000-ത്തിലധികം വർഷമായിട്ട് ഓരോ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ട എല്ലാ വർഷവും മുഴുവനോ റമദാനിലൊക്കെ ഹജ്ജിനേക്കാൾ കൂടുതൽ ആളുണ്ടാവും. റമദാനെ പറയാം, പറയാറുണ്ട്. അത്രയും ജനലക്ഷങ്ങൾ, 10-30-40 ലക്ഷം ആളുകൾ ഓരോ വർഷവും ഹജ്ജിന് അതുപോലെ തന്നെ ഉംറയ്ക്ക് അല്ലാതെ വന്ന് ഈ കണ്ട ആളുകളൊക്കെ കുടിക്കുക, നാട്ടിലേക്ക് കൊണ്ടുപോകുക. എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇന്നോളം അതിനൊരു തുല്യം കുറവില്ല. എത്ര വർഷമായി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തൗഹീദി കുടുംബത്തിന്റെ സദഖയായിട്ട് ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്കുള്ള ഒരു സമ്മാനം കൊടുത്തിരിക്കുക. സംസം ഒരു തൗഹീദി ഫാമിലിയുടെ ചരിത്രമാണ് അതിന്റെ പിന്നിലുള്ളത്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. തവക്കുലിനെ പറ്റി പഠിക്കാൻ.
നമ്മൾ സാധാരണ തവക്കൽക്കുള്ളതാണെന്ന് പറയും. അള്ളാഹു പരമേൽപ്പിക്കുന്നത് പറച്ചിലൊക്കെയല്ല ചോറാണ്. നമ്മളെ വണ്ടിയിൽ എഴുതി വെക്കുന്ന സ്റ്റിക്കർസ് തവക്കൽക്കുള്ളതാണ്. നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ ചിലപ്പോൾ സ്റ്റിക്കർ എഴുതി ഒട്ടിക്കുന്ന തവക്കൽക്കുള്ളതാണ്. ബൈക്കിന്റെ ആ ഗ്ലാസ്സിൽ എഴുതി ഒട്ടിക്കുന്ന തവക്കൽക്കുള്ളതാണ്. ഇതൊന്നുമല്ല തവക്കൽ. ഇവിടെ തവക്കൽ പഠിപ്പിക്കുന്നുണ്ട് ഹാജരാബിയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും. തവക്കൽ 2 സൈസിൽ തവക്കലുണ്ട്. ഒന്ന് തവക്കൽ അംബിയ, മറ്റൊന്ന് തവക്കൽ ഔലിയ. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോഴാണ് മലക്ക് വന്ന് ആവശ്യപ്പെട്ടത്, എന്ത് സഹായം വേണമെങ്കിലും ഉടനെ പറയണം. അമ്മയിലേക്ക് ഫലഹജത്തലി, എനിക്ക് നിങ്ങളെ കൂടെ ആവശ്യമില്ല. അപ്പൊ എന്തായി, അവിടെ സബബ് ആ കാരണത്തിൽ കൂടി തട്ടി പൂർണ്ണമായും റബ്ബിൽ മാത്രം അർപ്പിച്ചു, അള്ളാഹുവിന് മാത്രം തവക്കുൽ. അതിന്റെ ഒരു കാരണത്തെ പോലും ആശ്രയിക്കാതെ കാരണമായിട്ടാണ് മലക്കിനെ വിട്ട് ചോദിപ്പിച്ചത്. ആ കാരണത്തെ പോലും തട്ടി കാരണത്തിനെ തന്നെ ഉപേക്ഷിക്കുന്ന തവക്കുൽ. ഇത് ഏറ്റവും ഗ്രേഡ് കൂടിയ ഫസ്റ്റ് ഗ്രേഡിലുള്ള തവക്കുലാണ്. ഇതാണ് തവക്കുൽ. ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തവക്കുൽ. ആ തവക്കുലിൽ നിന്നപ്പോൾ എരിയുന്ന തീയിലിട്ടിട്ട് ഒരു പോണ്ടെടുക്കാതെ സുരക്ഷിതമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്നാൽ മറ്റൊന്നുണ്ട് തവക്കുൽ ഔലിയ. അവിടെ നമ്മളെ ഗ്രേഡുകൾ. അതാണ് ഹാജറ ബീവി പഠിപ്പിച്ച തവക്കുൽ. വെള്ളത്തിന് വേണ്ടിയാണ് നെട്ടോട്ടോടിയത്. ഇബ്രാഹിം നബി അലൈഹി വസ്സലാമയോട് പറഞ്ഞു, ഈ തളയെ നീരോടാക്കി പോകുമ്പോ ഇത് അള്ളാഹ് കൽപ്പിച്ചിട്ടാണോ? അള്ളാഹ് കൽപ്പിച്ചിട്ടാണ്. എന്നാൽ ഇതല്ല യുദ്ധീകന, ഞങ്ങളെ അവൻ നഷ്ടപ്പെടുത്തുകയില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിക്കൊള്ളിന്നുണ്ട് യാത്രയാക്കി ബഹുമാനപ്പെട്ട ഹാജറ ബീവി. അള്ളാഹ് നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച്, അള്ളാഹ് വെള്ളം തരും ഭക്ഷണം തരും വിചാരിച്ച് അവിടെ മലർന്നു കിടന്ന് മേപ്പോട്ട് നോക്കിയത് ഇതൊന്നുമില്ല ഹാജറ ബീവി. നൂല് വഴി കിഴവാട്ടർ ഇറങ്ങി വരും, ഭക്ഷണപ്പൊതി ഇറങ്ങി വരും എന്നൊന്നും കാത്തോടെ ഇരുന്നില്ല ബഹുമാനപ്പെട്ട ഹാജറ ബീവി. എന്ത് ചെയ്തു? അധ്വാനിച്ചു, പരിശ്രമിച്ചു. അതിന് പരിശ്രമത്തിന്റെ പേരാ സായി. സായി എന്ന് പറഞ്ഞാൽ അറബി വാക്കുകളിൽ അർത്ഥം പരിശ്രമം എന്നാണ്. ഇവിടെ സഫാ മറവിന്റെ ഇടയിലാണ് സായി പരിശ്രമം ചെയ്തത്. അള്ളാഹ് നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് മേപ്പോട്ട് നോക്കിയിരുന്നാൽ നൂല് വഴി ഒന്നും വരില്ല. നമ്മൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം. ഈ ദുനിയാവിൽ കച്ചവടം ചെയ്യണം, കൃഷി ചെയ്യണം, തൊഴിലെടുക്കണം, അധ്വാനിക്കണം. അവനവനെ കൊണ്ട് ചെയ്യുന്ന പണികളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ ആശ്രയം അള്ളാഹുവിന്റെ മേൽ. മറ്റു തർക്കി അസ്ബാബുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം. ബിസിനസ്സുകൾ ചെയ്യണം, ജോലി ചെയ്യണം, പണി ചെയ്യണം, ഒക്കെ ചെയ്യണം, കൃഷി ചെയ്യണം, എല്ലാം വേണം. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണ്. ഈ കാരണങ്ങൾ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ആ ഈമാനിക്കമാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഹാജറ ബീവി പഠിപ്പിച്ചത്. വെള്ളം അള്ളാഹു തരുമെന്ന് വെച്ച് മേപ്പോട്ട് നോക്കി നിൽക്കാതെ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടി പരിശ്രമിച്ചു. സഹാറോടെ സഹായം ചെയ്ത് പരിശ്രമം. ഈ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഒരുപാട് സബബുകൾ, എല്ലാ കാരണങ്ങൾ വെച്ചിരിക്കുക അള്ളാഹു തആല. ഇതൊരു പരീക്ഷണ ഭൂമിയാണ്. ഈ കാരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പിന്നിലൂടെ നമ്മുടെ ആവശ്യങ്ങളും ആ കാര്യങ്ങളും നടത്തുന്നവൻ മുസബിബായ അള്ളാഹുവാണ്. ഇതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള പാഠം. ഇവിടെ ഹാജറ ബീവി പഠിപ്പിച്ചത് അതാണ്. പരിശ്രമിച്ചു. അള്ളാഹു ഞങ്ങൾ നോക്കിക്കോളാം വിചാരിച്ചവിടെ ഇരുന്നില്ല, വെള്ളത്തിന് വേണ്ടി പരിശ്രമിച്ചു. പക്ഷെ നാം ഒരു പണിയാണ് ഒരു മനസ്സിലാക്കാനുള്ളത്. നാം എവിടെയാണോ പരിശ്രമിച്ചാൽ പരിശ്രമത്തിന്റെ ഫലം പരിശ്രമിച്ച സ്ഥലത്താവില്ല കിട്ടുന്നത്. വെള്ളത്തിന് വേണ്ടി പരിശ്രമിച്ചത് സഫയുടെ ഇടയിലാണ്, പക്ഷെ വെള്ളം കിട്ടിയത് അവിടെയല്ല. സഫയിലും വെള്ളം കിട്ടിയില്ല, മറുവയിലും കിട്ടിയില്ല, രണ്ടിന്റെ ഇടയിലുള്ള മസായിലും വെള്ളം കിട്ടിയില്ല. വെള്ളത്തിന് വേണ്ടിയുള്ള പരിശ്രമം, കുട്ടിക്ക് വേണ്ടി വെള്ളത്തിന് ഇവിടെ പരിശ്രമിച്ചത്, പക്ഷെ കുട്ടിക്ക് വേണ്ട വെള്ളം കുട്ടിയുടെ കാഴ്ചവെട്ടിലുള്ള കൊടുത്തത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മളെല്ലാ ഭാഗത്തും പരിശ്രമങ്ങൾ ആവശ്യമാണ്. കയ്യും കെട്ടി പണിയും കൂടി നിൽക്കുന്ന സമയം ചൊല്ലി ഖുർആൻ ഓതാൻ പറ്റില്ല. ഉപജീവനത്തിന് വേണ്ടി, കുടുംബം മാറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യണം, പരിശ്രമിക്കണം. പക്ഷെ ആ പരിശ്രമത്തിന്റെ ഫലം നാം പരിശ്രമിച്ച സ്ഥലത്താവൂല ചിലപ്പോൾ കിട്ടുന്നത്. അത് അള്ളാഹു ചെയ്യുന്ന അത്രയും കിട്ടും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ 2 ദിവസം തവക്കുലാണ് ആ ഹാജറ ബീവിയുടെയും ഇബ്രാഹിം നബിയുടെയും പാഠം ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു പ്രവാചകനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി വസല്ലം ആ പരീക്ഷയിലും പാസ്സായി. അതിനുശേഷമാണ് എൻ്റെ കുഞ്ഞിനെ അറക്കാൻ കാര്യം വന്നത്. കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ അറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയില്ല, സ്വപ്നം കണ്ടു. ഇന്ത്യ അതുബാഹുക്ക മന്നൂർ മതാത്തല മോനെ ഇബ്രാഹിം നബി സ്വലാം മാസങ്ങൾ എപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് മക്കയിലേക്ക് വരുമ്പോൾ ഒരു കയ്യിൽ കത്തിയുണ്ട്, ഒരു കയ്യിൽ കയറും. നമ്മളൊക്കെ പാപ്പമാരോ ഒക്കെ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ വല്ല ടൂർ കഴിഞ്ഞ് വരുമ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ യാത്രയ്ക്ക് വരുമ്പോൾ അല്ലെ മിഠായിയോ ചിപ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളോ എന്നൊക്കെ ആയിട്ടായിരിക്കും വരിക.
ഇവിടെ വർഷങ്ങളായിട്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്ന ഇബ്രാഹിമിയുടെ ഒരു കയ്യിൽ കത്തി ഒരു കയ്യിൽ കയറുക. അള്ളാഹുവിന്റെ സ്വപ്നം മകനെ അള്ളാഹുവിന് വേണ്ടി അറുത്തു കൊടുക്കണമെന്നുള്ള സ്വപ്നം. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടി കയറും കത്തിയൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പരിപാടി. അരികിൽ വന്നു. മോൻ ഓടിച്ചാടി കളിക്കുന്ന പ്രായമാണ്. ആറ്റുനോറ്റ് ദ്വാ ചെയ്ത് കിട്ടിയ ഒരു പൈതൽ കുഞ്ഞ്, അല്ല കാണാൻ രസമുള്ള നല്ലൊരു ഓമന പൈതലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കുഞ്ഞിനെ അരികിൽ വിളിച്ചു. മോനെ, ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ട് വന്നതാണ്. എന്താ വാപ്പാ സ്വപ്നം? നിന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ട് അറുത്തു കൊടുക്കണമെന്നാണ് സ്വപ്നം. മിഠായും പാക്കറ്റായിട്ടും എല്ലാം വന്നിരിക്കുന്നത്, കത്തികാരൊക്കെ വന്നിരിക്കുന്നത്. ഫളൂർ മാതാത്തറ, എന്താ നിന്റെ അഭിപ്രായം? ഇസ്മായിൽ നബി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം അറുക്കും ഉറപ്പാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷെ ഈ മോൻ എൻ്റെ മോൻ തന്നെയാണോ? എൻ്റെ ഈമാനും പവറും തൗഹീദും ഈ കുട്ടിക്കുണ്ടോ പരിശോധിക്കുക. എന്താ ഫളൂർ മാതാത്തറ, എന്താ നിന്റെ അഭിപ്രായം? നിനക്കതിന് വല്ല വൈമനസ്സുണ്ടോ? ആ മോനോട് ചോദിക്കുമ്പോൾ മോനെന്താ പറഞ്ഞത്? അള്ളാഹു അങ്ങയോട് എന്താണോ കൽപ്പിച്ചത് പ്രവർത്തിക്കുക. ഞാൻ ശ്രമിച്ച് അവിടെ നിന്ന് തരാം, എന്റെ കഴുത്ത് കാട്ടിത്തരാൻ ഇറക്കാൻ വേണ്ടിയിട്ടാ. ഇബ്രാഹിമിക്ക് പറ്റിയൊരു കുട്ടി തന്നെ, യാതൊരു വൈമനസ്യം കട്ടിയില്ല. അള്ളാഹുവിന്റെ വൃത്തി എന്താണോ, അവന്റെ കൽപ്പന എന്താണോ അത് എന്നെ നടപ്പിലാക്കുക. ഞാൻ കഴുത്ത് കെട്ടിത്തരങ്ങൾ അർത്ഥോളിന്നാ മോൻ പറയുന്നത്. ഇബ്രാഹിമിയുടെ മോനല്ലേ, മോശം വരുമോ? ഉമ്മ അണിയിച്ചൊരുക്കി ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണമൊക്കെ കൊടുത്ത് അത്രയൊക്കെ പൂശി വിരുന്നിന് പോകുമ്പോൾ അങ്ങനെ പോവാണ്. മിനായിലേക്ക് പോവാണ്. നിങ്ങൾ മിനായിലൊക്കെ പോയില്ലേ? മിനാ താഴ്വരയിലെത്തി, അറക്കാനുള്ള സ്ഥലമെത്തി. ആ ടൈമായി. മോന്റെ കുപ്പായൊക്കെ കഴിച്ചു, ഡ്രസ്സൊക്കെ കഴിച്ചു മാറ്റി. അപ്പൊ ഈ മോൻ ഇസ്മായിൽ നബി പറയാ, വാപ്പാട് വാപ്പ എന്നെ അറക്കുമ്പോ ചില കാര്യങ്ങൾ വാപ്പ ശ്രദ്ധിക്കണം. അറവിന്റെ ആദാബും മര്യാദയും മോൻ പഠിപ്പിച്ചു കൊടുക്കുക വാപ്പാക്ക്. എന്റെ കയ്യും കാലത്തൊന്ന് കൂട്ടിക്കെട്ടിയേക്കണം. ചിലപ്പോ അറക്കുമ്പോ ഞാൻ പെടയുമ്പോ എന്റെ കയ്യോ കാലോ അങ്ങനെ മുഖത്തൊന്ന് അടിച്ചാലോ. അതുപോലെ തന്നെ എന്നെ കമഴ്ത്തി കെടുത്തി അറക്കണം. അല്ലാതെ അറക്കുമ്പോ എന്റെ സുന്ദരമായ കണ്ണും ചുണ്ടും കവിളും കണ്ടിട്ട് അറവിന് വല്ല സ്റ്റോക്ക് കുറഞ്ഞാലോ, അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നാലോ. അതുകൊണ്ട് എന്റെ മുഖത്തേക്ക് നോക്കരുത്, മുഖം കാണാതിരിക്കാൻ കമഴ്ത്തി വെച്ചിറക്കണം. അറവിന്റെ ആദാബ് മോൻ പഠിപ്പിച്ചു കൊടുക്കാൻ. എന്തൊരു മോനെ, 10-13 വയസ്സുള്ള കുട്ടിക്ക്. നമ്മളെ മക്കളൊക്കെ നമ്മൾ അറക്കാനല്ല അടിക്കാൻ വിളിച്ചാൽ വരും. അടിക്കാൻ വിളിച്ചാൽ വരും. ഇത് അറക്കാനാ വിളിക്കാൻ, അടിക്കാനല്ല. എന്തൊരു കുട്ടിയാണിത്. അള്ളാഹുവിന്റെ പരീക്ഷണമാണത്. ഇത്രയും കാലം മാറ്റി നോറ്റ് ദുആ ചെയ്ത് കിട്ടിയ ഈ കുട്ടിയെ കിട്ടിയപ്പോൾ അള്ളാഹുവായിട്ടുള്ള ആ ബന്ധത്തിന്, ഈമാനിന്, തവക്കുലിന്, യഖീനിന് വല്ല കോട്ടം വന്നിട്ടുണ്ടോ എന്ന് അന്ന് പരിശോധിക്കാൻ ഇബ്രാഹിം നബി കത്തിയൊക്കെ എടുത്തു, അറക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഉടനെ പറയാണ്, നിങ്ങൾ കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കുട്ടിനെ അറക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞതല്ല, നിങ്ങളിത് ചെയ്യാൻ തയ്യാറാവോ ഇല്ലേ, അതിന് പുറപ്പാടുണ്ടോ ഇല്ലേ, ഒരുക്കുണ്ടോ ഇല്ലേ നോക്കാനായിരുന്നു. നിങ്ങൾ ഇതല്ല അതിന്റെ അപ്പുറം പറഞ്ഞ അതും ചെയ്യണ ആളാണെന്നൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അറിവ് നിർത്തുക. പകരം ഒരാടിനെ അല്ലാഹു തആല കൊടുത്തയച്ചു. ആടിനെ അറുത്തുകൊണ്ടാണ് ആ കർമ്മം പൂർത്തീകരിച്ചത്. ഇതായിരുന്നു ഇബ്രാഹിം നബിയുടെ അഖീദ. ഇതായിരുന്നു ഈ ഹാജറ ബിയുടെ ഈമാൻ. ഇതായിരുന്നു ഇസ്മായിൽ നബിയുടെ ഈമാൻ. ഒരു ഫാമിലി, ഒരു തൗഹീദി ഫാമിലിയാണ്. അവരുടെ സദഖയായിട്ട് കിട്ടിയ സദഖയാണ് നമുക്ക് സംസം. ഈ പണി എല്ലാം കഴിഞ്ഞും ഒരുപാട് അഗ്നി പരീക്ഷണങ്ങൾ, ഒരു മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്തെ പരീക്ഷണങ്ങൾ ആർക്കാ സാധിക്കുക? ആർക്ക് സാധിക്കും? അതിലെല്ലാം പഷ്ടരാങ്ങളുടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം വ്യവസായ. അപ്പൊ അല്ലാഹു തആല ഏറ്റവും വലിയൊരു സ്ഥലക്രമം വരെക്കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചു. അതാണ് കാബ നിർമ്മാണം. കാബ നെല്ലായിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലേ ആദം നബിയാണ് ആദ്യം കാബ പണിതത്. ചരിത്രത്തിൽ ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൂഫാൻ വന്നപ്പോൾ കാബെല്ലാം ഇടിഞ്ഞു പോയി. പക്ഷെ അതിന്റെ അസ്ഥിവാരം മണ്ണിൽ പൊതിഞ്ഞവിടെ കിടപ്പുണ്ടായി. അല്ലാഹു തആല ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും അറിയിപ്പ് കൊടുത്തു. ആ അസ്ഥിവാരം മാറി എടുത്ത് ആ ഫൗണ്ടേഷനിൽ നിങ്ങൾ കാബ പണിയണം, അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്ക, മക്കയിലുള്ള ആ ഭവനം, അതാണ് അള്ളാഹുവിന് ഈ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യം നിർമ്മിതമായ ഭവനം. ആ പള്ളിയുടെ പണി ഈ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി, മകൻ ഇസ്മായിൽ നബി, 2 നബിമാരുടെ പണിയാണ്. ഈ 2 നബിമാരാണ് മേസ്രിയും ഹെൽപ്പറും. ഇവർ രണ്ടുപേരും കൂടി പെടുത്ത ആ വീടാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ കാബ ശരീഫ്.
കാബ ഷരീഫിന്റെ ആ പണിയെല്ലാം പൂർത്തിയാക്കി തലയിൽ ആ ജബലാബൂ ബൈസിൽ നിന്നൊക്കെ കല്ലുകൾ വെട്ടിക്കൊണ്ടുവന്ന് ചുമന്ന് കൊണ്ടുവന്ന് രണ്ടുപേരും കൂടെ വലിയ സംഭവമാണ്. ഈ വന്നിട്ടുണ്ടാവും, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കാബയുടെ പണിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, നിന്റെ കൽപ്പന അനുസരിച്ച് നീ പറഞ്ഞതുപോലെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ലോകത്താദ്യമായിട്ട് ഒരു ഭവനം ഞങ്ങൾ പണി കഴിപ്പിച്ച് പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ റബ്ബേ എന്നാണ് ബഹുമാനപ്പെട്ട ദുആ ചെയ്തത്. ഇതുപോലെ നമ്മെ ഏൽപ്പിച്ച പണി, നമ്മോട് പറഞ്ഞ പണി എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവസാനം റബ്ബിനോട് ചെയ്യണം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഞങ്ങൾ ഹജ്ജ് ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട്, ഉംറ ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്തിട്ടുണ്ട്, പല പല സൽക്രമങ്ങൾ ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തെങ്കിലും നീ ഉദ്ദേശിച്ച പോലെ ആയില്ലെങ്കിൽ അതിന് വല്ല കോറലോ വല്ല കുത്തോ കറുത്ത പുള്ളിയോ എവിടെയും വീട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിച്ച് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, നീ അതൊക്കെ സ്വീകരിക്കണമേ റബ്ബേ എന്നാണ് ഹജ്ജ് ഉംറയും കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് വന്ന നമുക്ക് ചെയ്യാനുള്ള ദുആയാണ്. അതൊരു ഹജ്ജ് ഉംറക്ക് മാത്രമല്ല, നിസ്കാരം കഴിഞ്ഞാലും നോമ്പ് കഴിഞ്ഞാലും ഖുർആൻ ഓതി കഴിഞ്ഞാലും സലാത്തിൽ കഴിഞ്ഞാലും ദിക്റിൽ കഴിഞ്ഞാലും ഒക്കെ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ ഒരു കൂലിയില്ല, ഒരു പ്രതിഫലം കിട്ടൂല. അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലുമല്ല പാകപ്പിഴവുകളോ പോരായ്മകളോ കോട്ടമോ കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ, നീ ഉദ്ദേശമാരി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നെ കൊണ്ട് സാധിക്കും പോലൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പോരായ്മ നീ പരിഹരിക്കണം, നീ എല്ലാം പൊറുക്കുന്നവനാണല്ലോ റബ്ബേ എന്ന് കരഞ്ഞ് മനസ്സറിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ കഴിഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഹജ്ജ് സ്വീകരിച്ചു, ആ ഉംറ അല്ലാഹു സ്വീകരിച്ചു, നമ്മൾ മറ്റു അമലുകളൊക്കെ അല്ലാഹു സ്വീകരിച്ചു. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ നമ്മൾ ചെയ്യാനുള്ളത്. എല്ലാ അമലുകളും ഇതുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം, അവന്റെ പ്രീതിക്കും വേണ്ടിയായിട്ടിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ കൃതി നമ്മളുടെ ഹജ്ജിന് വേണ്ടി അങ്ങോട്ട് പോകാൻ പറഞ്ഞതാണ്. ഈ നിസ്കാരം, നോമ്പ്, ഹജ്ജ് ഒഴിച്ച് ബാക്കി എല്ലാ കർമ്മവും നമുക്ക് നാട്ടിലിരുന്ന് നമ്മളെ വീട്ടിലിരുന്ന് നമ്മളെ മഹലിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അമലാണ്. നിസ്കാരം, നോമ്പോ, ഹജ്ജോ, സക്കാത്തോ, ഖുർആൻ ഓതല്, ദിക്ർ, ഹജ്ജ് ഒഴിച്ച് ബാക്കി എല്ലാ അമലുകളും നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് നാട്ടിലിരുന്ന് മഹലിലിരുന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഹജ്ജ് പറ്റൂല. ഹജ്ജിന് അവിടെ തന്നെ പോകണം. എന്തിനാണ്? അവിടെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബിയുടെയും ജീവിതം അവിടെ ഉറങ്ങുന്ന സ്ഥലം അവിടെയാണ്. അവരെ കാൽപ്പാടുകൾ, അവരെ കാൽച്ചുവടുകൾ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അവരെ ഓട്ടം, അവരെ വെള്ളം, ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അത് വീട്ടിലിരുന്നാൽ പറ്റൂല, നാട്ടിലിരുന്നാൽ പറ്റൂല. നിങ്ങൾ പൈസ മുടക്കി, പണം മുടക്കി, നല്ല ഗ്രൂപ്പിൽ അഭിയന്തൊക്കെ നേതൃത്വത്തിൽ വന്ന് അതൊക്കെ അഭിയന്മാരെ കാട്ടിത്തരും. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, അതൊക്കെ അവിടെയൊക്കെ അവർ ചവിട്ടിയ ചവിട്ടടികളിലൂടെ നാമം നടന്ന് കണ്ട് കേട്ട് അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഹജ്ജിന്. വീട്ടിലേക്ക് ഇരുന്നാൽ പറ്റൂല, വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കണ്ട് കേട്ട് അതുപോലെ അനുഭവിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹജ്ജിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറ്റും. അതാണ് ഹജ്ജിന്റെ അമലുകൾ. ഹജ്ജിന്റെ അമലുകളിൽ ചൊല്ലി പറയേണ്ട ഒരു അമലുമില്ല, ഒരു ദിക്റും സ്വലാത്തും ദുആയും ഒന്നുമില്ല. ഇപ്പൊ നിസ്കാരമാണെങ്കിൽ ഫാത്തിഹ ഓതുന്നത് നിർബന്ധമാണ്, അത്തഹിയ്യാത്ത് ഓതുന്നത് നിർബന്ധമാണ്, അല്ലെങ്കിൽ നിസ്കാരം സഹിയാവൂല. എന്നാൽ ഹജ്ജില് ഒന്നും ചെല്ല നിർബന്ധമില്ല, ആ നിയ്യത്ത് മാത്രമേ ഫർളായിട്ടുള്ളൂ. എന്ന് വലിയൊരു അത്ഭുതമുള്ള അമലാണത്. നിസ്കാരമൊക്കെ ആണെങ്കിൽ നമ്മൾ അവന് മൂന്നോട്ടം ചൊറിഞ്ഞാൽ, അല്ലെങ്കിൽ തലയിടിച്ചാൽ, അല്ലെങ്കിൽ വെള്ളം പിടിച്ചാൽ, അല്ലെങ്കിൽ നടന്നാൽ, അല്ലെങ്കിൽ ചാടിയാൽ ഓടിയാൽ ഒക്കെ ബാത്തിലായി പോയി. ഹജ്ജിന് ഓടിയാലും ചാടിയാലും ഭർത്താവ് വന്നാലും തിന്നാലും കുടിച്ചാലും കുഴിമന്തി എന്നാലും ഒന്നും ബാത്തിലാവൂല. ഹജ്ജിന്റെ അമലും പോകാൻ പറ്റില്ല. ഹജ്ജിന്റെ അമൽ വാഫൊക്കെ ചെയ്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ അമൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ കക്കൂസ് പോയി, മൂത്രപ്പരി പോയി, കുളിക്കാൻ പോയി, അല്ലെങ്കിൽ ഉറങ്ങാൻ പോയി, എന്നാലും ഒന്നും ബാത്തിലാവൂല. ചൊല്ലിപ്പണി നമ്മളൊക്കെ സാധാരണ ഏടുകളൊക്കെ നോക്കി നോക്കി ഓതി ഓതി ഓതിയത് നടക്കും. അതൊരു മനസ്സിന് സമാധാനം തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓതണം. അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. കാരണം എന്താ അറിയാം, അവിടെ ചൊല്ലിപ്പറയലല്ല വിഷയം. ഹജ്ജിലും ഉംറയിലും നിസ്കാരത്തെ പോലെ ഫാത്തിഹ പോലെ അദ്ദേഹത്തെ പോലെ ചൊല്ലിപ്പറയൽ എല്ലാവർക്കും നിർബന്ധമാണ്. അവിടെ നമ്മൾ ഹൃദയം അല്ലാഹുവിലേക്ക് കൊടുക്കണം. എല്ലാ അമലുകളും വലഭാഗം കൊണ്ടാണ് തുടങ്ങേണ്ടത്, സുന്നത്താണ്. ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ ചൊല്ലും,
ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ, വസ്ത്രം ധരിക്കുകയാണെങ്കിൽ, ഷർട്ടിന്റെ കയ്യൊക്കെ വലത് എല്ലാം വലതുകൊണ്ട് ആരംഭിക്കുന്ന സുന്നത്ത്. പള്ളി കയറുമ്പോൾ മനസ്സിലായി. എന്നാ തവാഫ് ചെയ്യുമ്പോൾ നോക്കിയിട്ടുണ്ടോ? തവാഫ് ചെയ്യുമ്പോൾ ഇടഭാഗമാണ് വല ഭാഗം. എന്താ പരിശുദ്ധ വലിയ അമലാണത്. പക്ഷെ അത് ഇടഭാഗണ്ട തുടങ്ങേണ്ടത്. കാബ ഈ തവാഫ് ചെയ്യുന്നതാണ് ഇടഭാഗത്താണ് കാബ ഇരിക്കേണ്ടത്. തിരിച്ച് റിട്ടേൺ ഇറങ്ങിയാൻ പറ്റൂല, സഹിയാവൂല. എന്നാ നമ്മുടെ ഹൃദയം ഇടഭാഗത്താണ്, കൽബ്. അപ്പൊ ഈ കൽബ് കാബയായിട്ട് കാര്യങ്ങളാണ് ബന്ധപ്പെട്ട. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചിലർക്ക് വേറെ ആദ്യം വരാൻ പാടില്ല. ഈ കൽബ് കാബയുമായി ടച്ച് ആകണം. അതിനാണ് ആ ജിഹത്ത് തന്നെ തിരഞ്ഞെടുത്തത് ഇസ്ലാമിൽ. അപ്പൊ ആ കാബയുമായിട്ട് നമ്മുടെ കൽബ് ബന്ധപ്പെട്ട് ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹുവിന്റെ ഭവനം കാണുമ്പോൾ അതിനോട് അള്ളാഹുവിനെ കാണണം. അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അവനാണ് എന്നെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ അവന്റെ കണ്ണിലാണ് ഞാനുള്ളത്. അവനെ കണ്ടുകൊണ്ടാണ് മറ്റുള്ള എല്ലാ ഫിക്കറുകളും ചിന്തകളും മനസ്സിൽ എല്ലാം ദൂരെ കളയണം. അങ്ങനെ കാബത്തുള്ളാഹിയായിട്ട് നമ്മളെ കൽബ് ബന്ധപ്പെട്ട് അതാണ് ഇടത്തോട്ട് തീരാന്ന് പറഞ്ഞത്. അങ്ങനെ കൽബ് അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് ഓരോ തവാഫിനും 7 തവാഫാണ്, 7 സഹയാണ്. അവിടെയൊക്കെ ഒരുപാട് അസാറുകളുണ്ട്. ഈ അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്, വാജിബ സിഫത്ത്, മുസ്തഖിൽ സിഫത്തുകളൊക്കെ. അതിൽ കമാല സിഫത്ത് അള്ളാഹുവിന്റെ സിഫാത്തുകൾ മുഴുവൻ. അതിൽ ഉമ്മഹാത്തു സിഫാത്ത് എന്ന് പറഞ്ഞാൽ സിഫാത്തുകളുടെ ഹെഡ് ഉമ്മമാർ, അത് 7 സിഫത്തുകളാണ്. ആ ഓരോ റൗണ്ടിലും നിങ്ങൾ ആ 7 സിഫാത്തിന്റെ ഇതറാക്കിന് ചുറ്റാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണ ഖാദിർ, അള്ളാഹുവാണ് ഖാദിർ എന്നുള്ള ആ ചിന്ത, ആ മനസ്സിൽ അള്ളാഹുവാണ് ഖാദിർ, ലോകത്ത് ഒരാളും മുതിർത്തുള്ളവരില്ല എന്നുള്ള ഒരൊറ്റ ഫിക്കർ ആ റൗണ്ട് പൂർത്തിയാക്കി വെക്കുക. അല്ലെങ്കിൽ ഹയാത്ത്, അള്ളാഹുവാണ് ഹയാത്തുള്ളവൻ, ഞാൻ വെറും മയ്യത്താണ്. അവന്റെ ഹയാത്ത് എന്നിൽ കൂടി അവൻ ലാഹറാക്കി കാട്ടിയത് കൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. എപ്പോൾ എന്റെ ഫ്ലഗവൻ വരികയോ അപ്പൊ ഞാൻ മയ്യത്തായിട്ട് വീഴും. ആ ഒരു ഹയാത്ത് എന്നുള്ള ചിന്തയിൽ അള്ളാഹുവിനെ മാത്രം നസറാക്കി അങ്ങനെ നടന്നു നോക്കിയ, തവാഫി നോക്കിയ, സായി നോക്കിയത് അറിയാം. നമ്മളെ മുന്നിൽ വന്നത് മുട്ടിയത്, അല്ലെങ്കിൽ ബാക്കിൽ വന്ന് തള്ളിയത്, അല്ലെങ്കിൽ സൈഡുക്കളെ വന്ന് ജാമാക്കിയത് ആണാണോ പെണ്ണാണോ നമ്മൾ അറിയില്ല. അവിടെ തവാഫിന്റെ അവസ്ഥ നമുക്കറിയാലോ, സായിന്റെ അവസ്ഥ അറിയാലോ, പുരുഷന്മാരുടെ വേഷവിധാനങ്ങൾ നമുക്കറിയാലോ. അടിവസ്ത്രമില്ല, ബാനിയനില്ല, ഒന്നുമില്ല, ഒരു കുടുമുണ്ട്, ഒരു മുണ്ട് പുറച്ചിട്ടുണ്ടാവും. ഏതെല്ലാം കോലത്തിലുള്ള സ്ത്രീകളായിരിക്കും, ഏതെല്ലാം രൂപത്തിലുള്ള ആണുങ്ങളായിരിക്കും അവിടെ വരുന്നത്. എല്ലാം മിക്സഡായിട്ടാണ് ആ തവാഫിന്റെ അമൽ ചെയ്യുന്നത്, സായി ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ചെയ്യാൻ സാധിക്കൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യുന്നത് വെച്ചാൽ ആടിനെയും ചെന്നായെയും ഒരു മൈതാനത്ത് ഇറക്കി, എന്നിട്ട് മുതലാളി മേലെ നോക്കി നിൽക്കുകയാണ്. ഏത് ചെന്നായാണ് ആടിനെ പിടിക്കുന്നത്? ഈ പ്രതീതിയാണ് അവിടെ ഉള്ളത്. പുരുഷന്മാർ അവർക്ക് പറയുന്ന ഒരു വലിയ വസ്ത്രം ധരിക്കാതെ ഭാഗികമായ വസ്ത്രം ധരിച്ച് പുരുഷന്മാർ. സ്ത്രീകളാണെങ്കിലോ ലോകത്ത് വിവിധ ഭാഷക്കാര്, ദേശക്കാര്, സംസ്കാരക്കാര്, സൗന്ദര്യമുള്ളവര്, ഇല്ലാത്തവര്, പല മുഖത്തിന്റെ ഷേപ്പുള്ളവര്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ. ഇവരൊക്കെ തവാഫ് ചെയ്യുമ്പോൾ തമ്മിൽ മുട്ടിമുട്ടിയും ജാമായും ഇടുകയും ഞെരുകയും. ഇതൊക്കെ റബ്ബ് നോക്കാണ്. ആരുടെ കൽബാണ് ഇവിടെ ഈ തവാഫ് ചെയ്യുമ്പോൾ അന്യ ഒരു സ്ത്രീയിലേക്ക്, അല്ലെങ്കിൽ ഏത് സ്ത്രീയുടെ മനസ്സാണ് അന്യ ഒരു പുരുഷനിലേക്ക് പോകുന്നത് നോക്കാണ് ദർബാറിൽ നിന്നിട്ട്. മൈതാനത്തെ മേലെ വിട്ടിരിക്കുകയാണ്, ചെന്നായിയും ആടിനെയും വിട്ടതുപോലെ ഇവിടെ വിട്ടിരിക്കുകയാണ്. ആരാണ് പിടിക്കുന്നത് നോക്കാൻ. ഇവിടെ നമ്മള് ഞാനാ പറഞ്ഞ പോലെ ആ അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ ആ ഇറാഖിൽ കൂടി തവാഫ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സായി ചെയ്യുകയാണെങ്കിൽ, എന്റെ മേലെ വന്ന് മുറ്റിയതാരാ, എന്റെ ബാക്കിൽ നിന്ന് ജാമാക്കിയതാരാ, സൈഡിൽ ജനിക്കതാരെന്ന് അറിയില്ല. ആണാണോ പെണ്ണാണോ എന്റെ മേത്ത് മുറ്റിയതെന്ന് നമുക്കറിയാൻ കഴിയില്ല. ആ രീതിയിലേക്ക് നമ്മൾ തവാഫ് സായി ചെയ്യേണ്ടത്. അത്രത്തോളം ഹൃദയം അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കുന്നവരാണ്. ദിക്റും തസ്ബീഹും ചെല്ലുന്നുണ്ടെങ്കിൽ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിക്കണം. ഇനി ഒരാൾ തവാഫ് സഹി തീരോളം ചുണ്ടനങ്ങിയില്ല, അയാളുടെ തവാഫ് സഹിയാണ്, ഉംറയും നല്ല സഹിയാണ്, അയാൾ ചൊല്ലിയപ്പോൾ ഒരു പതാക വരാൻ വരില്ല. അതൊരു പ്രത്യേക ഒരു രസമുള്ള അമലാണ് ഹജ്ജിന്റെ ഉംറയുടെ അമലെന്ന് പറഞ്ഞാൽ. അതിശയം തോന്നും നമുക്കത്. നമ്മളിങ്ങനെ നടന്ന് തെറ്റോ ബാത്തിലായ അവിടെ ബാത്തിലായ വിഷയം നടന്നിട്ടില്ല. അവിടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഹറാമായ കാര്യങ്ങൾ, അത് മാത്രം സൂക്ഷിക്കേണ്ടതുള്ളൂ. വേറെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. 3 തവാഫ് ചെയ്തു, റൗണ്ട് കറങ്ങി, പിന്നെ ക്ഷീണം വന്നു, ഒന്ന് വിശ്രമിച്ച് വരാം, ഇവിടെ വിശ്രമിച്ച് വന്നിട്ട് ബാക്കി പൂർത്തിയാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോകണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകണം, ആ പോയി വന്നിട്ട് ബാക്കി ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ അതൊന്നല്ല വിഷയം.
ഇത് ചെയ്യുമ്പോൾ ഇവന്റെ ഹൃദയം എവിടെ ഇരിക്കും? ഇതാണ് അള്ളാഹുവിന് അറിയുന്നത്. അതൊരു പ്രത്യേക അതിശയിപ്പിക്കുന്ന ഒരു അമലാണ് ഹജ്ജിന്റെ അമൽ എന്ന് പറയുന്നത്. വളരെ രസമുള്ള അമലാണ് ഹജ്ജിന്റെ അമൽ. ഈ രീതിയിൽ നമ്മൾ ഹജ്ജൊക്കെ ചെയ്ത് റാഹത്തായി തിരിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ എങ്ങനെ വരുന്നറിയാമോ? അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചപ്പോൾ ഏതുപോലെ പാപരഹിതനാണോ പരിശുദ്ധനാണോ ഇതുപോലെയാണ് ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ഒരു ഹാജി അല്ലെങ്കിൽ ഒരു ഹജ്ജുമ്മയുടെ അവസ്ഥ. എല്ലാ തെറ്റുകുറ്റങ്ങളും അവന്റെ ഏടിൽ നിന്ന് മായ്ക്കപ്പെട്ടു പോയി. ഇനി ചെയ്യുന്നത് ഒന്നേന്ന് നമ്മൾക്ക് കണ്ടത് ചെയ്തുകൊണ്ട് അത്രയും പവിത്രമായ റമലാണ് ഹജ്ജിന്റെ റമല. ഇത്ര സുന്ദരമായ റമലാണ്. ഇത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നമ്മുടെ അമല. പേരിന് പ്രശസ്തിക്കോ ലോകമരത്തിന് വേണ്ടി അങ്ങനെ. ഞാൻ ഒരിക്കലും ഒരു പേര് ചോദിച്ചു, പള്ളി നിറളെ കണ്ടപ്പോൾ എന്താ പേര് ചോദിച്ചു? അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അബൂബക്കറുടെ പേരില്ലേ? അല്ല, അബൂബക്കർ ഹാജി എന്നാ പേര് പറഞ്ഞു. അങ്ങനെയാണോ പേര്? നിസ്കരിക്കുന്ന ആൾക്ക് മുസല്ലി എന്ന് പറയും. അപ്പൊ എന്താ പേര് ചോദിക്കുമ്പോ അബൂബക്കർ മുസല്ലി എന്നാരും പറയും. നോമ്പുകാരന്റെ സാഹിബ് എന്ന് പറയാം. എന്താ പേര്? അബൂബക്കർ സാഹിബ് എന്നാരും പറയും. നോമ്പുകാരൻ അബൂബക്കർ, ഒരു നിസ്കാരക്കാരൻ അബൂബക്കർ പറയില്ല. പിന്നെ എന്തിനാ പേര് വെച്ചപ്പോ അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞത്? അപ്പൊ അയാൾ ഹജ്ജ് ചെയ്ത ആളാണെന്ന് ഞങ്ങൾ അറിയണം. അപ്പൊ ആ ലക്ഷങ്ങളൊക്കെ പോയി, മുടക്കിയ ലക്ഷമൊക്കെ പോയി. അതൊരു പേര് മത്സരിക്കാൻ വേണ്ടി ആകരുത്. ലോകം തന്നെ കടന്നുകൂടാൻ പാടില്ല. ഹജ്ജ് സ്വീകാര്യയോഗ്യമായ ഹജ്ജാണെന്ന ഭയങ്കര എനിക്ക് ചില ഷർട്ടുകളൊക്കെ പറയുന്നുണ്ട്, ലമാക്കൾ പറയുന്നുണ്ട് അറിയിത്താവുകളിൽ. വമിൻ അലാമാത്തിൽ ഖബൂലി, ഹജ്ജ് സ്വീകാര്യയോഗ്യമായതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അയാളുടെ ദീനിയായ അവസ്ഥ എങ്ങനെയായിരുന്നുവോ അതിനേക്കാൾ നല്ല അവസ്ഥയായിരിക്കും ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ. നിസ്കാര കാര്യങ്ങളിൽ, ജമാഅത്തിന്റെ കാര്യങ്ങളിൽ, തെറ്റുകുറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ദാനധർമ്മങ്ങളിൽ, ഖുർആൻ പാരായണത്തിൽ, മറ്റ് ദീനിയായ എല്ലാ രംഗങ്ങളിലും ഹജ്ജിന് പോകുമ്പോൾ ഉള്ളതിനേക്കാൾ ഒരു താല്പര്യവും ഉത്സാഹവും ഒരു ഇഷ്ടം അയക്കുണ്ടാവും. തെറ്റുകുറ്റങ്ങളോട്, വേണ്ടാധീനങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോടൊക്കെ ഒരു വെറുപ്പുണ്ടാവും. ഇത് കണ്ടാൽ മനസ്സിലാക്കാം അയാളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്. ദോഷങ്ങൾക്ക്, പാപകർമ്മങ്ങളുമായിട്ട് അയാൾ ബന്ധപ്പെടില്ല. കഴിയുന്നത് മാക്സിമം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അയാൾ പരിശ്രമിക്കും. ഇതാണ് ഹജ്ജ് മഖ്ബൂലായതിന്റെ അടയാളമെന്ന് ചില ഇമാമിങ്ങൾ പറയുന്നത്. അപ്പൊ മുമ്പുള്ളതിനേക്കാൾ വേറെ പറയുന്നുണ്ട്, ദുനിയാവിനോട് വലിയ ആർത്തിയും അലച്ചൊക്കെയായിരുന്നു ഹജ്ജിന് പോണതിന് മുമ്പ്. ഇപ്പൊ വന്നതിന് ശേഷം ദുനിയാവിനോടൊക്കെ ഒരു വിരക്തി, വലിയൊരു ഇഷ്ടം താല്പര്യം അതിനോടില്ല. അങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാം അയാളുടെ ഹജ്ജ് സ്വീകാര്യമായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ പറയുന്നുണ്ട്. ഈ അടയാളങ്ങൾ വെച്ചിട്ട് അതൊക്കെ ഒരു തെർമോമീറ്ററുകളാണ്. അത് വെച്ച് നമുക്ക് നമ്മെ അളക്കാം. അല്ലെ ഇന്ന ആള് പറയണ്ട, അല്ലെങ്കിൽ ഇന്ന അമീർ പറയണ്ട, അല്ലെങ്കിൽ ഗ്രൂപ്പര് പറയണ്ട എന്ന ഹജ്ജ് സ്വീകാര്യമായിരുന്നു. അതെല്ലാം നോക്കേണ്ടത് ഈ തെർമോമീറ്റർ വെച്ച് എന്നെ അളക്കണം. ഞാൻ ഹജ്ജിന് പോകുമ്പോൾ ഉള്ള അവസ്ഥയേക്കാൾ മാറ്റം എന്താണ് എൻ്റെ ജീവിതത്തിൽ, ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ ഉണ്ടോന്ന് ഞാൻ എന്നെ വെച്ച് ഞാൻ ഈ തെർമോമീറ്റർ വെച്ച് അളക്കുമ്പോൾ എൻ്റെ ഹജ്ജ് സ്വീകാര്യമായോ ഇല്ലെന്ന് എനിക്കാണ് അളക്കാം. അപ്പൊ ഹജ്ജിന് പോയി വന്നവരെല്ലാം എന്ത് വേണം? പോകുന്നതിന് മുമ്പുണ്ടായതിനേക്കാൾ ജീവിതം വന്ന വളരെ നന്നായിരിക്കണം. ആളുകൾക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നിടത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത്, നല്ല നല്ല കാര്യങ്ങളെ സഹായിക്കുന്നിടത്ത്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നിടത്ത്, ദീനിയായ വിഷയങ്ങളിൽ, അതുപോലെ തന്നെ നിസ്കാര കാര്യങ്ങളിലൊക്കെ മുമ്പത്തേക്കാൾ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാം അയാൾ ഹജ്ജ് സ്വീകാര്യയോഗ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദുനിയാവ് 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 എന്നുള്ള ചിന്ത, ആ ഫിക്കർ, അത് കഴിഞ്ഞതിന് മുമ്പത്തേക്കാൾ കുറെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഊണ് ഉറക്കമില്ലാതെ ഓട്ടമാണ്. ഒരു ഷാണ് വയറുള്ളൂ എല്ലാ ആളുകൾക്കും. ഈ ഭായിമാർക്കും അണ്ണാച്ചികൾക്കും ഒരു ഷാണ് വയറുള്ളൂ. ഇവിടുത്തെ വലിയ ഒമ്പ പണക്കാർക്കും അത്ര തന്നെ വരപ്പുള്ളൂ. പക്ഷേ ഊണുമില്ല. വലിയൊരു മുതലാളി, ഭയങ്കര മുതലാളിയാണ്. അയാൾക്ക് വീട്ടിൽ ഉറങ്ങാൻ സമയത്ത് അയാൾ എവിടെയാണ് പറഞ്ഞല്ലോ? ഫ്ലൈറ്റിൽ. കാരണം എപ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരിക്കും അയാൾ ദുനിയാവിന് വേണ്ടിയിട്ട്. വീട്ടുകളിൽ ഉറങ്ങാൻ സമയമില്ല, ഫ്ലൈറ്റിലാണ് അയാൾ ഉറക്കം. ഈ ഒരു ഷാണിന് വയറിന് വേണ്ടിയിട്ട് ഇത്ര അധ്വാനിക്കണം, ഇത്ര പാടുപെടണോ? ഊണും ഉറക്കമില്ലാതെ അങ്ങനെ അധ്വാനിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു ഷാണ് വയറിന് വേണ്ടിയിട്ട്? വേണ്ട. അതൊക്കെ ആവശ്യത്തിന് വേണം. ഇതൊക്കെ ആവശ്യത്തിന് മതി. ഇതൊന്നും നമ്മുടെതല്ല മനസ്സിലാക്കുക. ഇതിൻ്റെയൊക്കെ മാലിക്ക് വേറൊരാളാണ്. നമ്മൾക്ക് പറയാം എൻ്റെ വീട് എന്ന് പറയും.
നമ്മളെ കാരണന്മാർ പറയുന്നത് എൻ്റെ വീട്, അവരെ കാരണന്മാർ പറയുന്നത് എൻ്റെ വീട്. ഒരുപാട് ആരും മുമ്പുള്ളവരൊക്കെ പറയും എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറയുന്നത്. വീട് ഒന്നേ ഉള്ളൂ, പക്ഷെ പല അവകാശികളുണ്ടായി. ഇപ്പൊ ആരതപ്പം വീട് വീട് പാരതാ, ഒരുപാട് അവകാശങ്ങളുണ്ടായി. എൻ്റെ വീട് എൻ്റെ വീട് പറഞ്ഞ ആൾക്കാരൊക്കെ പാടെ പോയി. അപ്പൊ അവരതൊന്നും അല്ല വീട്. ഇപ്പൊ ഞാൻ പറഞ്ഞ എൻ്റെന്ന് ഞാനും പോയി, ഈ പറഞ്ഞ എൻ്റെതും അല്ല. പിന്നെ പാരതാത് ആരതും അല്ല. ഇതിന്റെ മാലിക് ഉടമസ്ഥ അള്ളാഹുവാണ്. നമുക്ക് ഇവിടെ തൽക്കാലം താമസിക്കാൻ വേണ്ടി വന്നത്, വാടകയില്ല താമസിക്കാം, അത്ര അങ്ങോട്ട് അത്ര മതി നമുക്ക്. നാം ഒരു യാത്രക്കാരാണ് മനസ്സിലാക്കുക, ഒരു വഴിയാത്രക്കാരനാണ്. വഴിയാത്രക്കാരൻ ഒരിക്കലും പിന്നെ വെയിറ്റിംഗ് ഷെഡിൽ കുടിലിട്ട് താമസിക്കില്ല. കട്ടിലും ഫാനും മേശയൊക്കെ വെച്ചിട്ട് ആരാ വെയിറ്റിംഗ് ഷെഡിൽ കാത്തിരിക്കുക? ഇല്ല. ഒരു വാഹനമെല്ലാം കാത്തിരിക്കുകയാണ്. ഓരോരുത്തർക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള വണ്ടികൾ വരും ഓരോ ടൈമിൽ. ആ ടൈമിൽ വണ്ടി കാത്തിരിക്കുന്നവരാണ്. ആ വണ്ടി ഒന്ന് അവരൊരിക്കും. ആരും അവിടെ കുടിൽ കെട്ടി സ്റ്റവൊക്കെ വെച്ച് അവിടെയൊക്കെ ഭക്ഷണം പാചകം ചെയ്ത് വെയിറ്റിംഗ് ഷെഡിൽ ആരും ഭക്ഷണം ഉണ്ടാക്കി താമസിക്കില്ല. ഇതുപോലെ ദുനിയാവിൽ നാം ഒരു യാത്രക്കാരനാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു രണ്ട് തോളിൽ പിടിച്ചിട്ട് റസൂൽ പറഞ്ഞു, കുൻ ഫി ദുനിയാക വലി അവ്വാബിൽ സബീൽ വതനഫസക ബിൻ അസ്ഹാബിൽ ഖുബൂർ. അബ്ദുല്ലാഹ്, നീ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു വിദേശിയെ പോലെ ആയിരിക്കും താമസിക്കേണ്ടത് എന്ന ബഹുമാനപ്പെട്ട മഹാനായ നബികൾ പഠിപ്പിച്ചത്. ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ നിങ്ങൾക്കുണ്ടോ? ഗൾഫിലൊക്കെ പോയവർക്കറിയാം, അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ പരിമിതമായ ശമ്പളം. ആ ശമ്പളമൊക്കെ പിടിച്ച് ചിലവൊക്കെയുള്ളൂ. മെസ്സിലൊന്നും ഭക്ഷണം കഴിക്കാൻ പൈസ കൊടുത്ത് ഏൽപ്പിക്കൂല, കാരണം പൈസ കൂടുതല. അപ്പൊ ഭക്ഷണം ആ സാധനമൊക്കെ വാങ്ങി റൂമിൽ സ്റ്റൗവിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. പിന്നെ പൈസ അവിടെ പിടിക്കുകയാണ്. ബാർബർ ഷോപ്പ് പോയിട്ട് താടി മുടി നന്നാക്കൂല, ആ പൈസ കൂടുതലാണ്, അവിടെ പൈസ പിടിക്കും. 2 ബ്ലേഡും സെയിം സെറ്റും പിടിച്ച് റൂമിൽ നിന്ന് ശരിയാക്കുക, ബാക്കി പൈസ പിടിച്ചു വെക്കും. അങ്ങനെ കിട്ടുന്ന സ്ഥലത്തെല്ലാം പൈസ സ്വരൂപിച്ച് പിടിച്ച് ആവശ്യത്തിന് മാത്രം ചെലവാക്കി ബാക്കിയൊക്കെ നാട്ടിലേക്ക് അയക്കും. എന്തിനാണെന്നറിയാമോ? എൻ്റെ ഈ ഗൾഫ് ജീവിതം ശാശ്വതമല്ല. എപ്പോഴാണ് ഹുറൂജ് അടിച്ചിട്ട് എന്നെ കയറ്റി വിടുന്നത് അറിയില്ല. എൻ്റെ കൂടെ വന്ന പലരും കയറ്റി വിട്ടിട്ടുണ്ട് ഹുറൂജ് അടിച്ചിട്ട്. എനിക്ക് ശേഷം വന്നവരും അടിച്ചു വിട്ടിട്ടുണ്ട്, മുമ്പേ വന്നവരും പോയിട്ടുണ്ട്. എന്നെ എപ്പോഴാണ് ഹുറൂജ് അടിച്ച് പോകാന്നറിയില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ചെലവാക്കാൻ വേണ്ടി പൈസ ഉപയോഗിച്ച് ബാക്കിയെല്ലാം എൻ്റെ നാട്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഹുറൂജ് അടിച്ച് പോയാലും എനിക്ക് അവിടെ പോയി ജീവിക്കാം, സുഖമായിട്ട് ജീവിക്കാം. ഇതായിരിക്കണം ഒരു വിദേശിയുടെ സ്വഭാവം. ഇതുപോലെ ആയിരിക്കണം മുഅ്മിൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കണം. എന്നിട്ടൊക്കെ ആഹാരത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. എപ്പോൾ നമ്മൾ അസ്രായേൽ വന്ന് ഹുറൂജടിച്ച് കൊണ്ട് കയറ്റിക്കൊണ്ടായാലും എനിക്ക് പേടിക്കാനൊന്നുമില്ല. അവിടെ ഇഷ്ടംപോലെ ഡെപ്പോസിറ്റ് ഉണ്ട്, പേടിക്കാതിരിക്കും. അതേസമയം ഇങ്ങനെ ഒരു വിദേശീയ എന്നുള്ള ചിന്തയില്ലാതെ ഈ ഗൾഫിൽ നിന്ന് കിട്ടിയ ശമ്പളം മുഴുവനും അവിടെ തന്നെ അടിച്ചു കൊടുത്ത് ജീവിച്ചു. ഒന്നും ഡെപ്പോസിറ്റ് ആയിട്ട് നാട്ടിലേക്ക് അയക്കാത്ത ഒരാളെ അവസ്ഥ എന്താ? ഹുറൂജ് അടിച്ചു വന്നാൽ അയ്യോ എന്ത് ചെയ്യും? എൻ്റെ ഇവിടുത്തെ ജോലിയും പോയി, ഹുറൂജ് അടിച്ചു, ശമ്പളമില്ല, നാട്ടിൽ പോയി എന്ത് ചെയ്യും? അയാൾ ടെൻഷൻ അടിച്ചു. അയാൾക്ക് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ വഴിയില്ല. അപ്പൊ ബുദ്ധി എന്താണ്? ഞാനിവിടെ ഒരു വിദേശിയാണ്, ഇവിടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കണം. അതിനു വേണ്ടിയാണ് ടൈമും സമയവും ഭക്ഷണം പൈസയും കാശൊക്കെ ചെലവാക്കേണ്ടത്. ബാക്കിയൊക്കെ ആഹാരത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ജീവിക്കുക. അതാ മഹാന നബികൾ പഠിപ്പിച്ചത്. ദുനിയാക്കാരനൊക്കെ വലിയ നീ ഒരു വിദേശിയെ പോലെ ആയിരിക്കണം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. ഒരു ശാശ്വതമായിട്ട് ജീവിക്കുന്ന ചിന്ത പാടില്ല. അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ വേണം. ജോലി വേണം, ശമ്പളം വേണം, പണി വേണം, കച്ചവടം വേണം, കൃഷി വേണം, ഒക്കെ വേണം. പക്ഷെ ദുനിയാവേന്നും പറഞ്ഞ് അതെന്നെ ഫുൾ ടൈം അത് വേണം. അതിന് നമുക്ക് ഹയറില്ല. ഇനി അങ്ങനെ ദുനിയാവ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഹയറാത്ത കൂടുതൽ ചെയ്യണം. എല്ലാവരുടെ പ്രശ്നങ്ങളില്ല. അപ്പൊ ആ രീതി നമ്മൾ ജീവിക്കും. ഇപ്പൊ നമ്മളൊക്കെ ചില ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കും, നല്ല കാശും പൈസക്കുള്ള വലിയ മുതലാളിമാരെ കാണുമ്പോൾ അവർ വിചാരിക്കും എന്താ അവരുടെ സുഖം, വലിയ കൂടിയ വണ്ടി, അവന് വീടാണെങ്കിൽ അമ്പലം ചുമ്മിയാൽ മണിമണിക, എന്താ അവന്റെ ഗെറ്റപ്പും വരവൊക്കെ നല്ല സുഖമാണ്. ഇതൊക്കെ നമുക്ക് തോന്നും. അത് പുറത്തുള്ള കാഴ്ചപ്പാടുള്ളൂ. അവനോട് അടുത്ത് നോക്കണം. അതിൻ്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളിലെപ്പോഴും തീയായിരിക്കും. പുറം കാഴ്ച നമ്മൾ കാണുന്നത്, പുറത്ത് അവരുടെ ഉള്ളിൽ പുറത്താകാതിരിക്കാൻ വേണ്ടി പുറത്ത് വലിയ പുറംപൂച്ചയൊക്കെ ഇങ്ങനെ കളിച്ചു നടക്കും. ഉള്ളിലെന്ന അവസ്ഥ നമുക്കറിയില്ല. പണ്ടൊരാളെ വീട്ടിൽ എലിശല്യം, എപ്പോഴും എലിശല്യമാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങൾ പുറത്തു പോയി വരുമ്പോൾ നല്ലൊരു എലിപ്പെട്ടി കൊണ്ടുവരുന്നതാണ്. അത് വലിയൊരു എലിപ്പെട്ടി കൊണ്ടുവന്നു. അത് നല്ല മുഴുത്തൊരു ഏത്തക്കായ അതിനുള്ളിൽ ഇരയാക്കി ഇര ഒക്കെ പിടിച്ച് കുളത്തിയിട്ട് കൊടുത്തു. രാത്രി നോക്കുമ്പോൾ ഒരു എലി വന്നിട്ട് അതിനുള്ളിൽ കയറിക്കൂടി പോയി. ഒരു എലി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ കുറേ എലികൾ വന്നു. ഈ എലികളൊക്കെ ഇങ്ങനെ വന്ന് വട്ടം കൂടുകയാണ്.
അപ്പോൾ ഇവരൊക്കെ നോക്കുമ്പോഴാ ഇവൻ ഇതിൻ്റെ ഉള്ളിൽ വാതിലൊക്കെ അടച്ചിരുന്നിട്ട് വലിയ മുഴുത്ത പഴം ഒറ്റയ്ക്ക് ഇത് തിന്നാണ്. ഇവര് പറയാ, എടാ ഞങ്ങളൊക്കെ നിന്റെ കൂടപ്പിറപ്പുകളല്ലേ, നീ ആ ഡോറൊന്ന് തുറക്ക്, ഞങ്ങൾ കൂടി വർഷതാ, നീ ഒറ്റയ്ക്ക് സൂചിച്ച് തിന്നല്ലേ. അപ്പൊ ഇവരൊക്കെ വിചാരം അവൻ ഡോറടച്ച് ഒറ്റയ്ക്ക് നിന്നിട്ട് തിന്നാണെന്നാ. അവന്റെ ഉള്ളിലെ തീയ മുഴുവൻക്കറിയാം. ഇവര് പുറകാഴ്ച കാണുള്ളൂ. ഈ പുറത്തുള്ള കാഴ്ചയിൽ നല്ല അടിപൊളി വണ്ടി, നല്ല വീട്, നല്ല പത്രാസ്, നല്ല ഡ്രസ്സിങ്, നല്ല വാച്ചാല് എരിപ്പ്, അവന്റെ ഉള്ളിലെ തീ ആർക്കറിയാം. ആ ഉള്ളിൽ കിടക്കുന്ന എലിയുടെ അവസ്ഥ പുറമുള്ളവർക്ക് അറിയണില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ഇതിന്റെ കൂടപ്പുറപ്പല്ലേ, ഈ ഏറ്റവും തുറക്കണം, ഞങ്ങൾ കുറച്ച് ആദ്യം ഒറ്റയ്ക്ക് വെച്ച് നിന്നല്ലേ. ഇവര് നോക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇത് വലിയ മുഖത്ത് എത്തപ്പോഴും ഒറ്റയ്ക്ക് നിന്നാണ്. ഈ കാഴ്ചപ്പാടാണ്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ദുനിയാവിന്റെ അവസ്ഥകളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറുന്നതാണ്. എന്നിട്ട് ആ ടൈം മുഴുവൻ നമ്മൾ ആഹാരത്തിലേക്ക് വേണ്ടി വിനിയോഗിക്കുക. എത്ര കാലം നമ്മൾ ജീവിക്കാൻ അറിയില്ല, എപ്പോഴാണ് നമ്മളെ മരിക്കാൻ അറിയില്ല. അപ്പൊ ആഹാരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ നഷ്ടവാളികളാകരുത്. അവിടെ നമുക്ക് ഒരു സുബാനതാടെ കൂലി തന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഉമ്മ തരൂല, വാപ്പ തരൂല, ആരും തരൂല. നന്മ തിന്മ നട്ടങ്ങനെ തൂക്കും. ഒരു സുബാനതാടെ കൂലി കിട്ടിയാൽ നന്മയുടെ നട്ട് തൂക്കം കൂടും, സുഖത്തിലേക്ക് പോകാം. ആ ലെവലിൽ നിൽക്കുമ്പോ അള്ളാഹ് പറയാടാ, നിനക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ പരിചയക്കാരൊക്കെ ഉണ്ടാവൂലേ, നീ പോയിട്ട് ഒരു സുബാനതാടെ കൂലി കിട്ടുക നടന്നു നോക്ക്. അവൻ നെട്ടോട്ടോടും. ഉമ്മാടെ അടുത്തൊരു ഉമ്മ എന്നെ എത്ര സ്നേഹിച്ച് ഉറക്കത്തിൽ എന്റെ മലവും മൂത്രവും മറവും വൃത്തിയാക്കി തലയിൽ വെച്ചാൽ പേനരിക്കും, തലയിൽ വെച്ചാൽ ഉറുപ്പരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഓറ്റി വളർത്തി ഉമ്മല്ലേ. ഒരു സുബർണാണ് കൂലി തരുമോ ചോദിക്കും ഉമ്മറിയിട്ട്. ഉമ്മ പറയും, മോനെ നിന്നെ ഹിസാബിനെ വിളിച്ചിട്ടുണ്ടല്ലോ, ഉമ്മ ഹിസാബിനെ പോലും വിളിച്ചിട്ടില്ല, എന്താ കാര്യം അറിയില്ല, തരാൻ പറ്റില്ല എന്നമ്മ പറഞ്ഞു. വാപ്പാടെ അടുത്തല്ലോ, വാപ്പി കൈമലക്കും, ഒരു രക്ഷയില്ല. ഭാര്യയുടെ അടുത്തല്ലോ, നമ്മൾ എത്ര ഒന്നിച്ച് ജീവിച്ച ആൾക്കാരാണ്. ഒരു സുബർണാണ് കൂലി നാളുണ്ട് ഭാര്യയുടെ അടുത്തല്ലോ. ഭാര്യ പറയും, നിങ്ങളെ ഹിസാബിനെ വിളിച്ചു, എന്നെ ഇതുവരെ ഹിസാബിനെ പോലും വിളിച്ചിട്ടില്ല, എന്റെ ഹാലറിയില്ല, തരാൻ പറ്റൂല. ഇങ്ങനെ അവിടെ ഭാര്യമാരെടുത്ത്, ഭർത്താക്കന്മാരെടുത്ത്, പെങ്ങന്മാരെടുത്ത്, കൂട്ടുകാരെടുത്ത്, എല്ലാ സ്ഥലത്തും മാഷറയിൽ ഓടി നടക്കുകയും ഒരു സുബാനാടെ കൂലി ആരും കിട്ടൂല. അപ്പോഴാണ് നമുക്കൊരു സുബാനാടെ വില മനസ്സിലാവുന്നത്. അത് ഈ ദുനിയാവിൽ നിന്ന് നമ്മളെ ലഗേജ് പോകുമ്പോൾ അതിട്ട് പോകേണ്ട സാധനമാണ്. ഇന്ന് അവിടെ കിടന്ന് നിരാശപ്പെടുന്നുണ്ടാവില്ല. അവിടെ ചെന്നാൽ നമുക്ക് ആരെടുത്ത് കൈനീട്ടി അടക്കേണ്ട ആവശ്യമില്ല, കൈനീട്ടി ആരും സഹായിക്കൂല. ഈ ദുനിയാവിലാണെങ്കിൽ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. എന്തൊരാവശ്യം വന്നാലും സഹായിക്കാൻ നാട്ടുകാരോ കുടുംബക്കാരോ ഒക്കെ ഉണ്ടാവും, സംഘടനക്കാരൊക്കെ ഉണ്ടാവും. അവിടെ ഒരു സുബാനന്ദ പൂജാരി ആരും ഉണ്ടാവില്ല. അത് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ലഗേജിൽ പോകേണ്ട സാധനമാണ്. അതിനാണ് അള്ളാഹു നമ്മളെ ദുനിയാവിൽ കെട്ടിയിരിക്കുന്നത്. അപ്പൊ ദുനിയാവേന്ന് പറഞ്ഞാൽ നടക്കണം. അതൊക്കെ കഴിപ്പിന്റെ പുറം ഓരോന്നിനും ഓരോ സ്ഥാനം നിശ്ചയിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. ദുനിയാവ് വേണ്ടതെന്നല്ല പറഞ്ഞത്, അള്ളാഹ് എത്ര തന്നോ അത്രയും സ്വീകരിച്ചു കൊടുത്തു, അൽഹംദുലില്ലാഹ്. പക്ഷെ വെക്കേണ്ട സ്ഥലം എവിടെയെന്നറിയോ? കയ്യിലാണ്, കൽബിലല്ല. ദുനിയാവിന്റെ സ്ഥാനം കയ്യാണ്, കൽബല്ല. ഭാര്യ കൽബിൽ കയറാൻ പാടില്ല, ഭർത്താവ് കൽബിൽ കയറാൻ പാടില്ല, മക്കൾ കൽബിൽ കയറാൻ പാടില്ല, ദുനിയാവ് കൽബിൽ കയറാൻ പാടില്ല. ഇതിലൊക്കെ ഓരോ സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട് ഇസ്ലാം. ഭാര്യയെ അരികിൽ വെക്കണം, മക്കളെ മടിയിൽ വെക്കണം, പണം പോക്കറ്റിൽ വെക്കണം, അള്ളാഹുവിനെ കൽബിൽ വെക്കണം. പ്രശ്നം തീർന്നു, ഏറ്റുമുട്ടലില്ല. ഇതെല്ലാം സ്ഥാനം തെറ്റിക്കപ്പെടാൻ പ്രശ്നങ്ങൾ വേണ്ടത്. ദുനിയാവ് ഇഷ്ടപ്പെടാൻ തരാണെങ്കിൽ വാങ്ങിച്ചോ, അൽഹംദുലില്ലാഹ് എന്ന് പറയാം, വാങ്ങാം. എന്നിട്ട് അതുകൊണ്ട് എന്തൊക്കെ ഹൈറാത്താ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഹിസാബ് കൂടും, നമുക്ക് ഹിസാബ് കൂടും. ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതിനോട് ഹിസാബ് ഉണ്ടാകും. തരാത്തിന് ചോദ്യമില്ലല്ലോ, തന്നതിനെ പറ്റിയ ചോദ്യമുള്ളൂ. അപ്പൊ അല്ലാഹു തആല എത്ര നമുക്ക് തന്നാലും നമുക്ക് കൈ നീട്ടി മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കയ്യിൽ വെച്ചാൽ മതി. അത് കൽബിൽ കയറണം. കൽബിൽ കയറുമ്പോൾ അല്ലാതെ മറക്കും, ദീൻ മറക്കും, പിന്നെ ദീനെതിരായിട്ട് ജീവിക്കും. ആ ദുനിയാവ് നമുക്ക് നരകത്തിലേക്കുള്ള വഴിയാക്കുക. അതാണ് പക്ഷേ ഇസ്ലാം പറയുന്നത്. എത്ര ഹൈർ നമുക്ക് കിട്ടിയാലും അതൊക്കെ നമുക്ക് ആഹ്റ സമ്പാദിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഒരു മൂവ്മെന്റ് വരിക. ഒരു സാലിഹ മനുഷ്യന്റെ കയ്യിലുള്ള ധനം അത് സാലിഹ ധനമാണ്. അത് ഇതിൽ കാണുന്നത്. നല്ലൊരാൾക്ക് ധനം കിട്ടിയാൽ അവർക്ക് നന്മകൾ കൂടും. ചീത്ത ഫാസിക്കായ ഒരാൾക്ക് ധനം കിട്ടിയാൽ ഫിസ്ക് കൂടും, തമ്മാടിത്തങ്ങളും കൂടും. അപ്പൊ മുമ്പിനായ ഒരാൾക്ക് ധനം കിട്ടാനല്ല അല്ലെങ്കിൽ മോശമാണ്. അപ്പോ അത്യാർത്ഥി അലച്ച അതൊന്നും നമുക്ക് വരാൻ പാടില്ല. അപ്പൊ ദുനിയാവിനോടുള്ള ഒരു വിരക്തി നമ്മുടെ കൽബിലുണ്ടാവണം, കയ്യിലുണ്ടായിരുന്നോട്ടെ, കയ്യിലോട്ട്. ഈ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിത ചിട്ടകളൊക്കെ തിട്ടപ്പെടുത്തേണ്ടത്. എന്താവശ്യമുള്ളതിനും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കണം. നമ്മുടെ റബ്ബ് നമ്മെ പടച്ച ആളാണ്.
നമ്മുടെ ഞാടിഞ്ഞരമ്പിന്റെ ഇടിപ്പറിയുന്ന റബ്ബാണ്. ഇതുപോലെ നമ്മെ അറിയുന്ന ഒരാൾ നമ്മൾ പോലും ഇല്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ റബ്ബിനറിയാം. അത്രത്തോളം നമ്മുടെ കൂടുതൽ ആളാറുണ്ട്. മയക്കും അതിനമാക്കുന്നു. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ കൂടെയുള്ളവരാണ്. ആ റബ്ബിന് മുമ്പിൽ സമർപ്പിക്കണം. റബ്ബിനോട് പറയണം. കുട്ടികൾ മിഠായിക്ക് വേണ്ടി ഉമ്മയുടെ തുണി പിടിച്ചു വലിച്ച് കരഞ്ഞ് കാച്ചൂല, കെഞ്ചൂല്ലേ, കരയല്ലേ? ഇതുപോലെ അള്ളാഹുവിനോട് കരയണം. റബ്ബെ, എനിക്ക് വേറെ റബ്ബില്ല, നീയാണ് എൻ്റെ റബ്ബ് ഖാലിഖ്, നീ എന്നെ പഠിച്ചത് നീയാണ്. നിന്റെ പടിവാതിൽക്കലല്ലാതെ എനിക്ക് വേറെ എവിടെ പോയി മുട്ടാനില്ല. അതുകൊണ്ട് നിന്റെ വാതിൽക്കലാണ് ഞാൻ വന്ന് മുട്ടുന്നത്. എൻ്റെ ആവശ്യം ഇന്ന ആവശ്യമാണ്. അത് നീ പൂർത്തീകരിച്ച് തന്നെ റബ്ബിനോട് കെഞ്ചി കെഞ്ചി പറയണം, സംസാരിക്കണം റബ്ബിനോട്. അത് ഭയങ്കര ഇഷ്ടമാണ് റബ്ബിനോട്. അങ്ങനെ ചോദിക്കുന്നവന്റെ കൈ 0 ആയിട്ട് മടക്കല്ല, അള്ളാഹുവിന് നാണക്കേടാവുന്നു എന്ന് മഹാനബിയോട് പഠിപ്പിക്കുക. ചോദിക്കുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. കാരണം എന്താ അറിയോ? അത് ഈമാന, ഈ ദുആ ഈമാന. കാരണം എന്നോട് വേറൊരാളോട് ചോദിക്കാനില്ലാത്തത് കൊണ്ടും വേറൊരാളോട് ചോദിച്ചാൽ കാര്യം നടക്കാത്തത് കൊണ്ടും ആണല്ലോ അവൻ എന്റെ പടിവാതിൽക്കാട് മുട്ടിയത് നന്നായിട്ടറിയാം. അപ്പൊ ആ ദുആ അള്ളാഹുവിന്റെ ഈമാന്റെ ഭാഗമാണത്. അള്ളാഹു പറഞ്ഞില്ല. പിന്നെ ചോദിച്ചാൽ എന്താ കിട്ടാത്തത്? അത് വേറെ വിഷയമുണ്ട്. ചോദിച്ചത് നമ്മൾ അറിവച്ചിട്ട് എനിക്ക് ഇത് വേണമെന്ന് ചോദിച്ചു. പക്ഷെ അള്ളാഹുവിനെ അറിയാം, ഇപ്പൊ അവനക്ക് അത് കൊടുത്താല് ഇതിനേക്കാൾ ആവശ്യമായ ടൈം വേറെ വരും എന്ന് അള്ളാഹ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ കൊടുക്കാതെ ആ സമയത്ത് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കും. നമുക്കതറിയില്ല. നമ്മൾ ചോദിച്ചാൽ കിട്ടില്ലാതെ അല്ല. ചിലപ്പോൾ ഈ വലിയ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ അറിയുമ്പോൾ വലിയൊരു വിപത്ത് വരാനുണ്ട്. അത് തടയാനാണ് ഇപ്പൊ ചോദിച്ചത് കൊടുക്കുന്നതിന് ഹൈർ അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ഈ ദ്വായുടെ ഫലമായി വരാനിരിക്കുന്ന ആഫത്ത് മുസീബത്ത് തട്ടിനിൽക്കും ചിലപ്പോൾ അള്ളാഹു തആല. അങ്ങനെയൊക്കെ ദ്വാ സ്വീകരിച്ചത് നമ്മളതറിയില്ല. ഇങ്ങനെ പല രീതിയിലാണ് റബ്ബിന്റെ ദ്വായുടെ സ്വീകരണം. ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇനി ഇതൊന്നും നടന്നില്ല എങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും, ചിലപ്പോൾ ചോദിച്ചപ്പോൾ അതെല്ലാം കിട്ടും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും, ചിലപ്പോൾ ചോദിച്ചതിന് പകരം വേറെ കാര്യം കൊടുക്കുന്നത്, ചിലപ്പോൾ ചോദിച്ചതിന് പകരം ആപത്ത് മുസ്ലിം തട്ടിയിരിക്കലായിരിക്കും. ഇതൊന്നും നടന്നില്ലെങ്കിലോ ആഹത്തിലേക്ക് ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കും. ആഹത്ത് ചെല്ലുമ്പോൾ ഈ മുസ്ലിം ദ്വാ ചെയ്ത ദ്വാ സ്വീകരിക്കാതെ പോയ ദ്വാകളുണ്ടാവും. അതിന്റെ കൂലി അള്ളാഹു ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇവൻ ചോദിക്കും, പഠിച്ചവൻ ഇത് ചോദിക്കുന്ന അത് ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ ദുനിയാവിൽ ചോദിച്ചില്ലേ, തന്നില്ലല്ലോ, അതാണ് ഞാൻ തെറ്റേന്ന് പറയും. അപ്പൊ അവൻ ആശിക്കും, ദുനിയാവിൽ വെച്ചെന്നാണ് എന്റെ ദ്വാ ഒന്നും നീ സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവിടെ ആശിക്കുന്നവരാണ്. അപ്പൊ ദ്വാ ഒരിക്കലും ലാസായി പോകില്ല, നഷ്ടമായി പോകില്ല. എത്ര കണ്ട് റബ്ബിനോട് ചോദിക്കാൻ പറ്റും അത്രയോട് ചോദിക്കാം, എന്തും ചോദിക്കാം. മഹാനബി പഠിപ്പിച്ചത് നിങ്ങൾ ചെരുപ്പിന്റെ പട്ടമൊട്ടി അത് ചോദിക്കുക. ഉപ്പ് കറിയിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചോദിക്ക്. എത്ര നിസാരപ്പെട്ടൊരു സൂചി വേണമെങ്കിലും റബ്ബിനോട് ചോദിക്കാം. റബ്ബിന് ഇഷ്ടമാണ്. അങ്ങനത്തെ റബ്ബ് നമുക്കുള്ളപ്പോ, അങ്ങനത്തെ റബ്ബിന്റെ അടിമയായിട്ട് നമ്മളുള്ളപ്പോ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ബേജാറില്ല. ആ റബ്ബിലേക്കുള്ള സമാധാനിയാണ് നഫ്സുൽ മുത്മഇന്ന. റബ്ബിലേക്കുള്ള സമാധാനം ഉൾക്കൊണ്ട നഫ്സായിട്ട് മാറുക. ആ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ എന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു എന്നുള്ള വിളിയാളം വരികയാണ്. അത്രത്തോളം അള്ളാഹിനെ പറ്റിയുള്ള നല്ല മതിപ്പ്. ചോദിച്ചാൽ തരാത്തവരാണ് റബ്ബ് മനസ്സിലാക്കേണ്ടത്, ചോദിച്ചാൽ തരുന്നവരാണ് മനസ്സിലാക്കണം. തരുമെന്നുള്ള യക്കീനോട് കൂടിയാണ് ദ്വാ ചെയ്യാൻ എന്നാൽ ഉത്തരം കിട്ടുള്ളൂ. കിട്ടോ ഇല്ലെന്ന് ഡൗട്ടോട് കൂടിയാണെങ്കിൽ ദ്വാ ചെയ്തിട്ട് കാര്യമില്ല, കിട്ടൂല, ഉറപ്പാണ്. വന്ത് നോക്കി ചോദിക്കുമ്പോൾ നല്ല യക്കീൻ ഉറപ്പോട് കൂടി ചോദിക്കണമെന്നാണ് ഖുർആനിലെ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ശരിക്കും അറിയാനും അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനും ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അല്ലാഹുവിന്റെ വജീഹിന് വേണ്ടി ആകാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും നമുക്ക് ഒരുപാട് തവണ ഹജ്ജ്, ഉംറ തുടങ്ങിയ അമലുകൾക്ക് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.